നമസ്കാരം. നമസ്തേ. ട്രിവാൻഡ്രത്ത് വിഴിഞ്ഞത്ത് കപ്പല് എത്തിയ ദിവസമാണ് സാറിനെ കാണാൻ സാധിച്ചത്. അതിന് വലിയൊരു ലക്കായിട്ട് കാണുന്നു. സാറിനെക്കാളും നല്ലൊരു ആളെ കിട്ടാനില്ല നമുക്ക് ഈ ദിവസം ഇന്റർവ്യൂ ചെയ്യാൻ. എന്താണ് സാറിന്റെ ഒരു പ്രതീക്ഷ ഈ ഒരു സമയത്ത്? ഇതൊരു വലിയ മാറ്റത്തിന്റെ തുടക്കമാണ്. എല്ലാം നല്ലതിന് വേണ്ടിയാണ്. പക്ഷെ എനിക്ക് പറയാനുള്ളത്, നമ്മൾ കാണിക്കുന്ന ആവേശം ഇത്തിരി കൂടി പോകുന്നുണ്ടോ എന്നൊരു സംശയം. കാര്യം ഇത് ഒറ്റ ദിവസം കൊണ്ട് തിരുവനന്തപുരത്തിനെയോ കേരളത്തിനെയോ ഇന്ത്യയെ മാറ്റിമറിക്കില്ല. ഇറ്റ് വിൽ ടേക്ക് ടൈം. കാര്യം ഷിപ്പിംഗ് ഇൻഡസ്ട്രിയാണ്. എൻ്റെ ഒരു പ്രതീക്ഷയിൽ ഒരു 5 വർഷം എടുക്കും ഇത് നമ്മൾ പ്രതീക്ഷിക്കുന്ന ലെവലിലേക്ക് വളർന്നു വരാൻ. കാര്യം ഒരുപാട് ഇൻഫ്രാസ്ട്രക്ചർ ചേഞ്ചസ് വരാനുണ്ട്. ഇൻഡസ്ട്രി അതിനനുസരിച്ചിട്ട് അത് മനസ്സിലാക്കി അതിലേക്ക് വരണം. ഷിപ്പിംഗ് ഇൻഡസ്ട്രിയാണ്. ടൈം ഭയങ്കര ഇമ്പോർട്ടൻസ് ഉള്ള കാര്യമാണ്. അപ്പം ഇത്രയും വലിയ ഷിപ്പ് വരുമ്പോഴത്തേക്ക് അവർക്ക് ഇപ്പോൾ ഒരു ദിവസത്തിനുള്ളിൽ ഡിസ്ചാർജ് ചെയ്ത് പോകേണ്ടതാണ്. അവിടെ നമ്മളുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ഒരു ഡിലേ വന്നു കഴിഞ്ഞാൽ ആ കമ്പനി പിന്നെ അടുത്ത ഷിപ്പ് അയക്കണമെന്നില്ല. ഇത് ന്യൂസ് മാർക്കറ്റിൽ സ്പ്രെഡ് ചെയ്ത് കഴിഞ്ഞാൽ മറ്റുള്ളവരും വരത്തില്ല. അപ്പോൾ അത് നമ്മൾ ഒരുപാട് ശ്രദ്ധിക്കാനുണ്ട്. പ്രത്യേകിച്ച് ഇന്ത്യയെ പോലുള്ള ഒരു രാജ്യത്ത്, ദുബായ് പോലെയൊന്നുമല്ല, ഒരുപാട് ഫാക്ടേഴ്സ് നെഗറ്റീവായിട്ട് വരാൻ ചാൻസ്. മനുഷ്യരുടെ ഈഗോ തന്നെ മതി. ചില ഓഫീസേഴ്സിന്റെ ഈഗോ, അവിടുത്തെ യൂണിയൻസിന്റെ ഈഗോ. ഇത് ഈ ഒരു വ്യക്തി വിചാരിച്ചാൽ പോലും ആ ഓപ്പറേഷനെ ഒരു ദിവസത്തിൽ മടങ്ങേണ്ട കപ്പൽ ചിലപ്പോൾ അവിടെ 3-4 ദിവസം കിടന്നിരിക്കും. ദാറ്റ് ഈസ് വൺ ആസ്പെക്ട്. അതായത് നമ്മൾ മനഃപൂർവ്വം ഉണ്ടാക്കുന്ന ഒരു പ്രോബ്ലം. രണ്ടാമത്, ഇതിനു വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ ഒരുപാട് വേണം. മനസ്സിലെ കാര്യം, ഇത്രയും ഫാസ്റ്റായിട്ട് കാർഗോ മൂവിങ് ചെയ്യണം. കണ്ടെയ്നേഴ്സ് കൊണ്ടുവരാനും പോകാനും ഒക്കെ ഒരുപാട് മൂവ്മെന്റ്സിന് വേണം. അതിനൊന്നും നമ്മൾ റെഡി ആയിട്ടില്ല. അതിന് ഒരുപാട് സപ്പോർട്ട് സർവീസസ് വേണം. അതിന് സമയമെടുക്കും. മെല്ലെ മെല്ലെ ബിൽഡപ്പ് ഇതൊക്കെ കൊണ്ടുവരാൻ പറ്റും. പക്ഷേ എന്തെങ്കിലും നമ്മൾ തുടങ്ങിയില്ലേ പറ്റൂ. ഒരു റോമൻ എംപയർ തുടങ്ങിയത് വെച്ച് സുപ്രഭാതത്തിലല്ല, മെല്ലെ മെല്ലെ. അതുപോലെ നമ്മൾക്ക് ഒരുപാട് സാധ്യതയുള്ള ഒരു പോർട്ടാണ്. ഇന്ത്യക്ക് ഒരു 10 വർഷത്തിന് ശേഷം ലോകത്തിന് മുന്നിൽ അഭിമാനത്തോടെ കാണിക്കാവുന്ന ഒരു പോർട്ടാണ്. അതിന്റെ തുടക്കം നമ്മുടെ നിലയിൽ നമുക്ക് ഇന്നത്തെ ദിവസം ആഘോഷിക്കാം. സോഫാർ ഇൻഫ്രാസ്ട്രക്ചർ ഈ പറയുന്ന നമ്മൾ ഒരുക്കിയിരിക്കുന്ന കാര്യങ്ങളൊക്കെ എന്താണ് സാർ ഡ്രോപ്പ് ചെയ്യാം? അല്ല, കാര്യം ഇത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, ചില ലോകത്തിലെ ഏറ്റവും വലിയ കണ്ടെയ്നർ ഷിപ്പ് എന്നൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ 20,000 കണ്ടെയ്നറുള്ള ഷിപ്പാണ്. പക്ഷെ നമുക്ക് തുടക്കത്തിൽ ഇന്ത്യയിലേക്ക് 2,000 കണ്ടെയ്നറിന്റെ ആവശ്യമില്ല. അപ്പം ഒരു ചെറിയ ബുദ്ധിമുട്ട് ഫേസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവർ ഉടനെ ഈ സാധനം ഇവിടുന്ന് കൊണ്ടുപോയിട്ട് ശ്രീലങ്കയിലേക്ക് കൊണ്ടുപോകും. മനസ്സിലായി? അവിടുന്ന് ചെറിയ ഷിപ്പിൽ കൊണ്ടുവന്നതാണ്. അപ്പം ഷിപ്പിംഗ് ഇൻഡസ്ട്രി ടൈമിനനുസരിച്ചിട്ടാണ് പോകുന്നത്. അപ്പം നമ്മൾ അത്രയും എഫിഷ്യൻ്റ് ആവണം. എഫിഷ്യൻ്റ് ആവണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സിസ്റ്റം കറക്റ്റ് ആയിരിക്കണം. അതിലെ മാനസികാവസ്ഥ, എല്ലാവരുടെയും മാനസികാവസ്ഥ കറക്റ്റ് ആയിരിക്കണം. ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് അതുപോലെ പോകണം. അപ്പോൾ ചൈനയിലൊക്കെ എന്ന് വെച്ചാൽ ഫുള്ളി ഓട്ടോമേറ്റഡ് സിസ്റ്റത്തിലേക്ക് പോയി കഴിഞ്ഞു. നമ്മൾ ആ ഒരു സ്റ്റാൻഡേർഡിലേക്ക് നാളെ വരേണ്ടതാണ്. പക്ഷെ ഇപ്പോൾ പ്രോബ്ലം വെച്ചാൽ നമ്മുടെ ഇവിടുത്തെ ഇതിന്റെ ഓപ്പറേറ്റേഴ്സും നമ്മുടെ ഈ സമൂഹത്തിന്റെ മാനസികാവസ്ഥ അതിനനുസരിച്ചിട്ട് മാറിയിട്ടുണ്ടാവില്ല. ഒരു ചെറിയൊരു സ്പാർക്ക് ഇതിനെ ചിലപ്പം മോശമാകും. ഇപ്പം നമുക്ക് കൊച്ചി തന്നെ നല്ല എക്സ്പീരിയൻസ് തന്നെയാണ്. കൊച്ചിയിൽ പോയിട്ട് ദുബായിലോട്ട് വന്നിട്ട് ചെയ്തിട്ട് എന്ത് ദുരന്തമായി മാറി എന്നുള്ളത് നമുക്കറിയാവുന്നത്. ലോകം മുഴുവൻ സക്സസ് ആക്കിയ ഒരു കമ്പനിക്ക് കൊച്ചിയിൽ വന്ന് പരാജയപ്പെടേണ്ടി വരുന്നത് നമ്മളായിട്ടുണ്ടാക്കിയ കാര്യമാണ്. അപ്പോൾ അത് ഇവിടെ ഉണ്ടാവാതിരിക്കട്ടെ മാത്രം ഞാൻ പറയുന്നു. പിന്നെ എന്തൊക്കെയാണ് സാർ വിശേഷങ്ങൾ? ഐക്യരക്കോണത്തിന്റെ വിശേഷങ്ങൾ? ഐക്യരക്കോണത്തിനെ ഞങ്ങൾ മൊത്തം മാറ്റി മറിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയുടെ ഒരു മോഡൽ ഗ്രാമമാക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സമീപ ഭാവിയിൽ എന്നാണ് ഞങ്ങൾ അവകാശപ്പെടുന്നത്. ഏറ്റവും പുതുതായിട്ട് വരാൻ പോകുന്നത് നമ്മുടെ ട്രഡീഷണൽ വൈദ്യന്മാർ, പ്രകൃതി ചികിത്സയും മറ്റും എല്ലാം ചെയ്യുന്ന അവരുടെ ബേസ് കേരളത്തിലെ വെച്ചാൽ ഇപ്പൊ ഇന്ത്യയിലെ തന്നെ ഒരു പക്ഷേ ബേസ് ആയിട്ട് മാറും. ഐക്യരക്കോണത്ത് ഓൾറെഡി അവർ വന്ന് കണ്ടു. ഞങ്ങളുടെ സ്ഥലമൊക്കെ അതിനുള്ള ഫെസിലിറ്റീസ് എല്ലാം കൊടുത്തു. അതിൻ്റെ ബേസ് ഐക്യരക്കോണത്തിൽ തന്നെ വരികയാണ്. ഐക്യരക്കോണത്തിനെ മൊത്തം ഒരു ഗ്രീൻ കമ്മ്യൂണിറ്റി ആയിട്ട് മാറ്റാനുള്ള ശ്രമമാണ്. കാര്യം നമുക്ക് ഈ മാർക്കറ്റിൽ പോയി പെസ്റ്റിസൈഡ് അടിച്ച പച്ചക്കറിയും ഫിഷും കാര്യങ്ങളൊക്കെ കൊണ്ടുവരാതെ ഇതെല്ലാം അവിടെ തന്നെ ഉൽപ്പാദിപ്പിക്കാനുള്ള, നമ്മുടെ ഗ്രാമത്തിലെങ്കിലും ക്യാൻസറിൽ നിന്ന് മാറ്റി നിർത്താനുള്ള ശ്രമം. പൊടികളൊക്കെ ഈ മായം ചേർക്കാത്ത പൊടി നമുക്ക് അവിടെ തന്നെ ചെയ്യാം. ഈ പാരഫിൻ വാക്സ് ഇല്ലാത്ത നല്ല ശുദ്ധമായ വെളിച്ചെണ്ണ അവിടെ കൊടുക്കാം. അപ്പം നമ്മൾ അറിഞ്ഞുകൊണ്ട് വിഷുകളിലേക്ക് കയറ്റാതിരിക്കേണ്ട ഒരു ശ്രമം. അടുത്തത് സ്കൂൾ, ഇപ്പം ഞങ്ങളുടെ അവിടെ തന്നെയുള്ള സ്കൂളുകളിലൊക്കെ അറ്റ്ലീസ്റ്റ് ലഹരികളില്ലാതെ ഒരു സ്കൂൾ പൂർണ്ണമായും ലഹരി വിമുക്തമായ ഒരു അറ്റ്മോസ്ഫിയർ സൃഷ്ടിക്കുക.
ആരാധനാലയത്തിൽ തന്നെയാണെങ്കിലും ഏറ്റവും നല്ല രീതിയിൽ ആൾക്കാർക്ക് വന്നു പോകാനുള്ളൊരു സൗകര്യം. അതുകൊണ്ട് തന്നെ അവിടെ ഇപ്പം ഞങ്ങൾക്കൊരു ക്ഷേത്രം ഉണ്ടായിരുന്നു, വളരെ ചെറിയ രീതിയിലുണ്ടായിരുന്ന ക്ഷേത്രമൊക്കെ ഇപ്പം നല്ല രീതിയിൽ വരുന്നുണ്ട്. അപ്പം അവിടെ പലപ്പോഴും കൂട്ടമായിട്ട് ആൾക്കാരെല്ലാം ഒരുമിച്ച് വന്ന് ഭക്ഷണം കഴിക്കുകയൊക്കെ പോകും. പലപ്പോഴും പല വീട്ടിലെ അടുക്കള പ്രവർത്തിക്കുന്നുണ്ട്, അവിടെ വന്ന് എല്ലാവരുടെ ഒരുമിച്ചിരുന്ന് കഴിക്കുന്നതൊക്കെ നല്ലൊരു ഇതല്ല, ഒരു കൂട്ടായ്മ അവിടെ രൂപം കൊള്ളുകയാണ്. പിന്നെ ഇപ്പം തന്നെ കഴിവൊന്നും ഭിക്ഷക്കാരൊന്നും ഇല്ല അവിടെ. ഈ കുട്ടികളെ തട്ടിക്കൊണ്ടുപോകില്ല അങ്ങനെയുള്ളതൊന്നും നമുക്ക് പേടിയില്ല. കാര്യം പൂർണ്ണമായും എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ശ്രദ്ധിച്ചിരിക്കുകയാണ്. പിന്നെ മോഷണം ഇല്ലാത്തൊരവസ്ഥ. പിന്നെ കഴിവതും കേസും എടുക്കുകയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് തന്നെ പരസ്പരം ഒത്തുകൂടുന്ന ഒരു സമയത്ത് നമുക്ക് തന്നെ പറഞ്ഞു തീർക്കാവുന്ന കാര്യമല്ലേ ഉള്ളൂ. എന്തിനാണ് ഈ ഗ്രാമത്തിലുള്ളവർ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത്, അങ്ങനെ എല്ലാ രീതിയിലും. പിന്നെ ഏറ്റവും മെയിൻ ആയിട്ടുള്ളത് കുട്ടികളുടെ കരിയർ ഡിസൈൻ. ഒരു കുട്ടി പോലും തൊഴിൽ പഠിച്ചു വന്നിട്ട് അവസാനം എന്തിനാ പഠിച്ചതെന്ന് തോന്നാതെ കറക്റ്റ്, അതായത് നമ്മുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി 50,000 മണിക്കൂറോളം സ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഇതെല്ലാം കഴിയുമ്പോൾ ഏത് ഇൻഡസ്ട്രിയാണെന്ന് പോലും അറിയാത്തൊരവസ്ഥയാണ്. അതേസമയം ഒരു 12 വയസ്സ് തൊട്ട് തന്നെ കരിയർ ഡിസൈനിലേക്ക് ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ അവർ ചെന്നെത്തേണ്ട ഇൻഡസ്ട്രിയുമായി കണക്റ്റഡ് ആയിട്ട് അവരുടെ വിദ്യാഭ്യാസ ചെലവ് പോലും ആ ഇൻഡസ്ട്രി വഹിക്കുന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവരിക. അവരുടെ ടാലന്റിനും പാഷൻ അനുസരിച്ചുള്ള ഒരു ഇൻഡസ്ട്രിയിൽ അവരെ എത്തിച്ചേർക്കുക. 100% തൊഴിൽ ഉറപ്പുവരുത്തുക. പഠിച്ചു കഴിഞ്ഞാൽ തൊഴിൽ കിട്ടും, അതിനെക്കുറിച്ച് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. അങ്ങനെയുള്ളത്. പിന്നെ കലാപ്രവർത്തനം പ്രോത്സാഹിപ്പിക്കുക. ഞങ്ങൾ ആക്ച്വലി 2 വർഷത്തിന് മുമ്പ് തന്നെ കലാലയം എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് അവിടെ തുടങ്ങി. കുട്ടികളെ എല്ലാം ഡെവലപ്പ് ചെയ്യുക. അതിനെ ഒരു വേറൊരു തലത്തിൽ കലാഭവനേക്കാളൊക്കെ മുകളിൽ കൊണ്ടുവന്ന് വിചാരിച്ചിരുന്നപ്പോഴാണ് ഈ കലാനിലയുമായിട്ട് ഞങ്ങൾ അസോസിയേറ്റ് ചെയ്തു. കലാനിലയം ഇപ്പൊ ഏരീസ് കലാനിലയം നമ്മൾ ലോഞ്ച് ചെയ്തു. അപ്പം ആ കലാനിലയത്തിനെ നമ്മളിപ്പോൾ ഒരു യൂണിവേഴ്സിറ്റി പോലെ ആക്കി മാറ്റുകയാണ്. അപ്പം അതിന് തീർച്ചയായിട്ടും ആദ്യത്തെ ബെനിഫിഷ്യറി ഐക്യക്കുളത്ത് തന്നെ നമ്മൾ തുടങ്ങി വെച്ച കാര്യം അതിലേക്ക് മേർജ് ചെയ്യാം. അപ്പം അങ്ങനെ വരുന്നുണ്ട്. പിന്നെ ഇപ്പോൾ ഉള്ള ഗുണം വെച്ചാൽ അവിടെ തൊഴിലില്ലാത്തതായിട്ട് അപ്പോൾ ആരുമില്ല. മിക്കവാറും എല്ലാവരും നമ്മളുടെ സ്ഥാപനത്തിൽ തന്നെയുണ്ട്. സ്ത്രീകൾക്ക് വേണ്ടി മാത്രം ഓഫീസ് അവിടെ തുടങ്ങി. അവിടെ എല്ലാവിധ ഫെസിലിറ്റി, അതായത് ഹാപ്പിനെസ് ആണ് നമ്മൾ അൾട്ടിമേറ്റ് ഗോൾ. പേരൻസിനെല്ലാം പെൻഷൻ ആയിട്ടുണ്ട്. ഗ്രാൻഡ് പേരൻസിനെ നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ അവർക്കും പെൻഷൻ കൊടുക്കുന്നുണ്ട്. മിക്കവാറും എല്ലാവരും വീട്ടിൽ നിന്ന് 5 മിനിറ്റ് കൊണ്ട് നടന്ന് അവിടെ എത്താവുന്ന രീതിയിൽ വലിയ ടവർ പണിയുന്നുണ്ട്. അവർക്ക് അവിടെ ഫിലിം ക്ലബ്ബ് ഫോം ചെയ്യുന്നുണ്ട്. സീരിയസ് ആയിട്ട് സിനിമയെ കുറിച്ച് ചർച്ച ചെയ്യാനായിട്ടുള്ള ഒരു തിയേറ്ററൊക്കെ അതിനകത്ത് തന്നെ സെറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഐക്യരേഖ ഒരു മോഡൽ ഗ്രാമമായിട്ട് ഞങ്ങൾ മാറ്റും. എന്താണ് സാറിനെ മുന്നോട്ടേക്ക് നയിക്കുന്നത്? കാരണം വളരെ ക്രിയേറ്റീവ് ആയിട്ടുള്ള പേഴ്സണാണ്, എഴുത്തും ഒക്കെ ഇഷ്ടമുള്ള ഒരാളാണ്. അതാണോ താങ്കളെ ഒരു ഈ പറയുന്ന കടലിനോടൊക്കെ അല്ലെങ്കിൽ കപ്പലിനോടൊക്കെ ഇഷ്ടമുള്ള ഒരാളൊക്കെ ചിലപ്പോൾ വായനയിൽ മനസ്സിൽ കൊടുക്കുന്നുണ്ട് ചില കഥാപാത്രങ്ങളോ അറബിക്കഥയിലൊക്കെ വായിച്ച അത്തരം കാര്യങ്ങൾ? കാരണം ഐക്യരേഖ ഒരു പോർട്ട് ടൗണോ കപ്പലിന്റെ നിരന്തരം കാണുന്ന ആളുകളോ അല്ല. എവിടെ നിന്നാണ്? കോളേജ് കാലത്താണോ, സെന്റ് പോൾസിന്റെ കാലഘട്ടമാണോ, എപ്പോഴാണ് കൊച്ചിയിൽ വന്ന കാലഘട്ടമാണോ ഈ കപ്പലിനോടുള്ള ഇഷ്ടമൊക്കെ തോന്നിപ്പിച്ചത്? ഇല്ല, ആക്ച്വലി ഞാൻ വഴിതെറ്റി എത്തിയതാണ് എന്നെ ഒരിടത്തിൽ. എന്റെ ടാലന്റോ പാഷനോ ഒന്നും അവിടെയല്ല. ഞാൻ സ്കൂളിൽ 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തന്നെ ഡ്രാമ സംവിധാനം ചെയ്ത് വ്യക്തിയാണ്. എല്ലാ കലാപ്രവർത്തനത്തിനുണ്ട്. കവിതയ്ക്ക് ഞാൻ സ്റ്റേറ്റ് യൂത്ത് സൊസൈറ്റി പ്രസിഡന്റ് ഒപ്പം വ്യക്തിയാണ്. പക്ഷെ അതൊന്നും എനിക്ക് ആരും എന്നോട് പറഞ്ഞില്ല. എൻ്റെ അച്ഛനും അമ്മയും ടീച്ചേഴ്സായിരുന്നു, അവരും പറഞ്ഞില്ല. പഠിപ്പിച്ച ടീച്ചേഴ്സും പറഞ്ഞില്ല. ആ റൂട്ടൊക്കെ പിടിക്കാൻ നമുക്ക് അറിയത്തില്ലായിരുന്നു. സിനിമയിലേക്ക് പോകണമെന്നുണ്ട്, ആഗ്രഹമുണ്ട്. പക്ഷെ എങ്ങനെ പോകേണ്ടതെന്നൊന്നും അറിയില്ല. പക്ഷെ ചേട്ടൻ നേവൽ ആർക്കിടെക്റ്റ് ആയിരുന്നു, അതുകൊണ്ട് ആ വഴി തിരഞ്ഞെടുത്തത്. അത് ഞാൻ നേവൽ ആർക്കിടെക്ചർ കഴിഞ്ഞിട്ട് സിനിമയിലേക്ക് പോകാൻ ശ്രമം നടത്തി. പക്ഷെ അതൊരു 6 മാസം കഴിയുമ്പോൾ ഞാൻ തീരുമാനിച്ചു എൻ്റെ പഠിച്ച പണിക്ക് പോകണം ആദ്യം. പിന്നെ സ്വപ്നം സാക്ഷാത്കരിക്കാന്ന് വിചാരിച്ച് അത് നല്ല രീതിയിൽ ചെയ്ത് ഇന്ന് വേൾഡിലെ നമ്പർ 1 ഡിസൈൻ ഫേം ഒക്കെ എന്നെ മാറ്റാൻ സാധിച്ചിട്ടുണ്ട്. പക്ഷെ അതോടൊപ്പം തന്നെ എൻ്റെ കഴിവിനെ ഞാൻ ഡെവലപ്പ് ചെയ്യാനായിട്ട് ശ്രമിച്ചത് പോയിട്രി ഫീൽഡിൽ തന്നെ. ഇങ്ങോട്ടെ വേൾഡ് റെക്കോർഡാണ്. എല്ലാ ദിവസവും പോയ കഴിഞ്ഞ 6 വർഷം ഒരു ദിവസം പോലും ബ്രേക്ക് ഇല്ലാതെ എഴുതുന്നുണ്ട്. അതിന് 1 രൂപ പോലും വരുമാനമില്ല. പക്ഷേ അത് തന്നെ ഒരു ഹാപ്പിനെസ് ഉണ്ട്. കാര്യം ജീവിതത്തിലെ ഹാപ്പിനെസ് ആണ് ഗോളായിട്ട് എടുത്തത്. ഓരോ ദിവസം കിടക്കുന്നതിന് മുമ്പ് ആർ യു ഹാപ്പി എന്ന് ഞാൻ സ്വയം ചോദിക്കുന്നതാണ്. ആ ഹാപ്പി അല്ലാന്നുണ്ടെങ്കിൽ ആ ദിവസം വേസ്റ്റ് ആയിട്ട് എനിക്ക് തോന്നുന്നു. അപ്പം ഹാപ്പി ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ലക്ഷ്യങ്ങൾ ഇടണം, ആ ലക്ഷ്യങ്ങൾ സാധിക്കണം. എങ്കിൽ മാത്രമേ ഹാപ്പിനെസ് ഉണ്ടാകത്തുള്ളൂ. ആ ഹാപ്പിനെസ് ഉണ്ടാക്കാത്ത സാധനങ്ങൾ ജീവിതത്തിൽ നിന്ന് മാറ്റി വെക്കുക, മനസ്സിലായി. അതിപ്പം തൊഴിലാണെങ്കിലും സൗഹൃദങ്ങളാണെങ്കിലും എന്താണെങ്കിലും നമുക്ക് രുചിക്കുന്നില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് മാറി. നമുക്ക് ഇഷ്ടപ്പെട്ട എത്രയോ കാര്യങ്ങളുണ്ട്. നിങ്ങളുടെ മുന്നിൽ 100 വിഭവം വന്നാലും എല്ലാം കൂടെ കഴിക്കണ്ടല്ലോ, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കഴിച്ചാൽ. അതുപോലെ തന്നെയാണ് ധനത്തിന്റെ കാര്യത്തിലും. ഞാൻ എന്താണ് ഒരു ദുർമോഹിയായ ഒരു ബിസിനസ്സുകാരൻ. ഐ ആം ഹാപ്പി വിത്ത് വാട്ട് ഐ ഹാവ്. ബട്ട് ഐ ബിലീവ് ദാറ്റ് ഹാപ്പിനെസിന്റെ കാര്യത്തിലാണെങ്കിൽ ഐ ആം ദ റിച്ചസ്റ്റ് മാൻ ഇൻ ദ വേൾഡ് എന്ന് ഞാൻ പറയുന്നു. മനസ്സിലായില്ല.
കാര്യം എപ്പോഴും ഞാൻ എൻ്റെ ഒരു കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പം നിങ്ങളുടെ വീട്ടിൽ രാവിലെ 50 ഇഡ്ഡലി ഉണ്ടായി, നിങ്ങൾക്ക് 2 ഇഡ്ഡലി മതി, ബാക്കി 48 ഇഡ്ഡലി നിങ്ങൾ ഫ്രിഡ്ജിൽ വെക്കുക, എടുത്ത് കളയുക, ആവശ്യം വിശന്നിരിക്കുന്ന ആർക്കും കൊടുക്കുക എന്നുള്ള ചോദ്യം വന്നാൽ തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്യുന്നത് തന്നെയാണ്. ആവശ്യമുള്ളവർക്ക് കൊടുക്കുമ്പോൾ സന്തോഷം വരും. ഇത് പണത്തിൻ്റെ കാര്യത്തിലും ഒരു സ്റ്റേജ് കഴിഞ്ഞാൽ എക്സ്ട്രാ ഈ ധനമെല്ലാം ഒരു ബാങ്കിൽ ഒരു ഫിഗർ മാത്രമാണ്, നിങ്ങൾക്ക് അതെടുത്ത് വെച്ചിട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. അത് നല്ല നല്ല കാര്യങ്ങൾക്ക് ചിലവഴിക്കുമ്പോൾ അത് തരുന്നൊരു ഹാപ്പിനെസ് ഉണ്ട്. ആ മണി ഫ്ലോ ചെയ്ത് അത് നിങ്ങൾക്ക് നല്ല തിരിച്ചു കൊടുക്കണം. നിങ്ങൾ ഇത് മരം കുലുക്കി എടുക്കുന്നതല്ലോ, നിങ്ങൾ ഒരു സമൂഹത്തിൽ നിന്ന് നിങ്ങൾ ഉണ്ടാക്കിയെടുത്തതാണ്, നിങ്ങളുടെ സർവീസ് കൊടുത്ത് തിരിച്ച് സമൂഹത്തിലേക്ക് തന്നെ അത് കൊടുക്കുമ്പോൾ അത് ഒരു കർമ്മ പോലെയാണ്. നിങ്ങൾ അങ്ങോട്ട് കൊടുക്കുമ്പോൾ അത് വീണ്ടും വീണ്ടും പർപ്പസ് ചെയ്യുന്നൊരു സ്റ്റേജ് വരും. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് അത് ഒരു ഇങ്ങനെയുള്ള പ്രവർത്തനം, ഞാൻ ഈ കലാപ്രവർത്തനം നടത്തി ഇന്നുവരെ 1 രൂപ പോലും ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ടില്ല. ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ സംസാരിക്കുന്നത് ഏരീസ് പ്ലസ് ട്രിവാൻഡ്രത്തിൽ, കേരളത്തിൽ നല്ല രീതിയിൽ പോകുന്ന തിയേറ്ററാണ്. ഇന്ന് വരെ ഞാൻ ഈ തിയേറ്ററിൽ നിന്ന് 1 രൂപ എടുത്ത് എൻ്റെ പോക്കറ്റിൽ ഇട്ടില്ല. കാര്യം ഇവിടുന്ന് ലാഭം കിട്ടിയ ഉടൻ ഈ തിയേറ്റർ തന്നെ അപ്ഗ്രേഡ് ചെയ്ത് ഇതിനെ, അതായത് എല്ലാ ദിവസവും വന്ന് സിനിമ കാണുന്നവർക്ക് നല്ലൊരു എക്സ്പീരിയൻസ് കിട്ടാൻ വേണ്ടി ടെക്നോളജി അപ്ഗ്രേഡ് ചെയ്യുക, ഇതിനെ ഒരു മോഡൽ തിയേറ്ററായിട്ട് മാറ്റുക എന്നുള്ള ഒരു കൺസെപ്റ്റാണ്. ഇതുപോലെയാണ് സിനിമകൾ ചെയ്യുന്നതും പണത്തിന് വേണ്ടി ചെയ്യുന്നതല്ല, വളർന്നു വരുന്ന കലാകാരന്മാർക്ക് വേണ്ടി സിനിമകൾ ചെയ്യുന്നു. അവരെ ലോഞ്ച് ചെയ്യുമ്പോഴാണ് എനിക്ക് സന്തോഷം. ഒരാളെ കൈപിടിച്ച് ഒരു സിനിമയുടെ ലോകത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റുമ്പോൾ കിട്ടുന്ന സന്തോഷം ഒരു കൊമേഴ്സ്യൽ പടം ചെയ്ത് വിജയിപ്പിക്കുന്ന സന്തോഷത്തിനേക്കാളും വരുന്നത്. എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ സിനിമയിലേക്ക് വരുമ്പോൾ ഞാൻ അനുഭവിച്ച ബുദ്ധിമുട്ട്. കാര്യം എനിക്കറിയില്ല, അവസാനം ഞാൻ സ്വയം വെട്ടിത്തെളിച്ച് വന്നതാണ്. അത് എല്ലാവർക്കും പറ്റുന്ന വരുന്നില്ല. അപ്പം അങ്ങനെ സ്വപ്നങ്ങളുമായി നടക്കുന്ന ഒരുപാട് പേരുണ്ട്, അവരും സ്റ്റാർവ് ചെയ്യല്ലേ. അപ്പൊ നമ്മൾ ചാരിറ്റി ചെയ്യുമ്പോൾ ഈ ഭക്ഷണം മാത്രം കൊടുത്തിട്ടുള്ള ചാരിറ്റി ചെയ്യുന്നു. ഈ ഇങ്ങനെ സ്റ്റാർവ് ചെയ്യുന്ന ആൾക്കാരെയും കൈപിടിച്ച് കയറ്റുന്നു. നമ്മളെക്കൊണ്ട് പറ്റുമെങ്കിൽ സഹായിക്കുക. ഇപ്പം വഴി അറിയാതെ നിൽക്കുന്ന ഒരു വ്യക്തിക്ക് നമ്മൾ വഴി പറഞ്ഞു കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന സന്തോഷമില്ല. അതുപോലെ തന്നെ അതിനെ നിങ്ങൾ കർമ്മയുടെ കൺസെപ്റ്റിൽ എടുക്കുമ്പോൾ നിങ്ങൾ ഒരാളെ സഹായിച്ചാൽ നാളെ നിൽക്കും, എവിടുന്നെങ്കിലും സഹായം വരും. ഞാൻ കർമ്മയിൽ വിശ്വസിക്കുന്നു. സൂപ്പർ സൂപ്പർ. ആൻഡ് ഒരു ഫിലോസഫിക്കൽ ഒരു ഔട്ട്ലുക്ക് ഉണ്ട് സാർ ലൈഫിലെ മൊത്തത്തിൽ. അത് ഈ പറയുന്ന വളരെ കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള ഒരു ഫീൽഡ് നിൽക്കുന്ന സമയത്തും ഹൗ ഡു യു മെയിൻറ്റെയിൻ ദാറ്റ്? അല്ലെങ്കിൽ നമ്മൾ പണ്ട് തൊട്ടേ അങ്ങനെ ഒരു ചുറ്റും അങ്ങനെ ഒരു സിസ്റ്റം ഉണ്ടായതുകൊണ്ട് അങ്ങനെ ഡെവലപ്പ് ചെയ്ത് വരുന്നതാണോ? സ്പിരിച്വാലിറ്റിയെ നിങ്ങൾ സ്വയം നിങ്ങളുടേതായ റൂട്ടിൽ ഡെവലപ്പ് ചെയ്യുന്നതാണ്. അല്ലാതെ സ്പിരിച്വൽ സെന്റേഴ്സിൽ പോയിട്ട് ഇപ്പം എല്ലാവരും പറയും ധ്യാനം എന്ന് പറഞ്ഞാൽ ഒന്നും ചെയ്യാതെ ഇങ്ങനെ ഇരിക്കുക എന്ന് പറയും, ഇങ്ങനെ ശ്വാസം എന്ന് പറഞ്ഞില്ല. എന്ത് ധ്യാനം എന്ന് പറഞ്ഞതല്ല, ആവശ്യമില്ല. ഇപ്പം നമ്മുടെ മനസ്സിൽ കൂടെ 100 ചിന്തകൾ വന്നു പോകും. കുറച്ച് സമയത്തേക്ക് ഇരുന്ന് മറ്റു ചിന്തകളിൽ നിന്ന് മാറുക, എന്നിട്ട് ഏതെങ്കിലും ഒന്നിൽ ഫോക്കസ് ചെയ്യുക. ഇപ്പം ഞാനൊരു ദിവസം കവിത എഴുതുന്നത് എന്നെ സംബന്ധിച്ചോളം ഒരു ധ്യാനമാണ്. ആക്ച്വലി ആ സമയത്ത് ഞാനൊരു പോയിന്റിൽ ഒരു സബ്ജക്റ്റിനെ മാത്രമായിരുന്നു അതിനെ ഇങ്ങനെ ഉള്ളിലേക്ക് പോകുമ്പോഴാണ് ഒരു കവിത നിന്ന് ജനിക്കുന്നത്. ഒരു പ്രോജക്റ്റ് ഞാൻ ഡിസൈൻ ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ആ ഒരു സബ്ജക്റ്റ് എടുത്ത് അത് ചെയ്യണം എന്ന് തോന്നുമ്പോൾ അതിലേക്ക് ഉള്ളിട്ട് പോകും. ആ സമയത്ത് എൻ്റെ മനസ്സിൽ വേറെ ഒന്നുമില്ല. അതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നൊരു 100-300ഓളം പ്രോജക്ട്സ് ഇപ്പോൾ അടുപ്പിച്ച് ചെയ്ത് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്, കൺസെപ്റ്റ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ഒരു പ്രോജക്റ്റ് എഴുതി തീർക്കണമെങ്കിൽ ഒരുപാട് ആലോചിക്കണം, മനസ്സിലാക്കി അതിൻ്റെ വരുമരായികൾ എല്ലാ സാധനം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പോകണം. എല്ലാം ഇന്നോവേറ്റീവ് കൺസെപ്റ്റ്സാണ് ചെയ്യുന്നത്, അല്ലാതെ മറ്റാരെങ്കിലും ചെയ്യുന്നത് കണ്ടിട്ട് പോയി ചെയ്യുന്ന വഴിയില്ല. ആരും പോകാത്ത വഴിയിലൂടെ, ആരും ചെയ്യാത്ത കാര്യങ്ങളിലൂടെ പോകുമ്പോൾ കിട്ടുന്നൊരു സന്തോഷം, അത് ഐ എൻജോയ് മൈസെൽഫ്. അതുകൊണ്ട് അതിന് വേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഇത് എല്ലാവർക്കും പറ്റുന്ന കാര്യമാണ്, പക്ഷേ പലരും ചെയ്യാത്തതാണ്. നമ്മൾ താങ്കൾക്ക് 24 മണിക്കൂറുണ്ട്, എനിക്ക് 24 മണിക്കൂർ. അല്ലാതെ എനിക്ക് ദൈവം എക്സ്ട്രാ ടൈമൊന്നും തന്നില്ല. പക്ഷേ ആ ടൈമിന് നിങ്ങൾ പണമായിട്ട് വേണം കാര്യം, ടൈം ഈസ് വാല്യൂബിൾ. അതിനെ നിങ്ങളൊരു ഈശ്വരനെ പോലെ നിങ്ങൾ ആരാധിക്കുക, മനസ്സിലായി. കാര്യം നിങ്ങളിലുള്ള ഗോൾഡി എലിമെൻ്റാണ്. ഇപ്പം എല്ലാ മനുഷ്യൻ്റെ ഉള്ളിൽ ഈക്വലായിട്ടുള്ളത് എന്താണ്? ടൈമാണ്. അല്ലാതെ ഇപ്പം നിങ്ങളുടെ ജാതിയോ മതോ വേറെ ആയിരിക്കും, എൻ്റെത് വേറെ. ഞാൻ ജനിച്ചു പോയത് അങ്ങനെയായിരിക്കും. പക്ഷെ എന്നിലുള്ള ഒരേ ഒരു കോമൺ നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവം ഞാൻ വിശ്വസിക്കുന്ന ദൈവമില്ല. നമ്മളുടെ കോമൺ ഉള്ള ടൈമാണ്. അതിനെ ദൈവമായിട്ട് സങ്കല്പിച്ചുകൊണ്ട് നിങ്ങൾ ആ ക്ലോക്കിനെ നിങ്ങൾ ഐഡിയലായിട്ട് കാണുക, അതിനെ ഏറ്റവും എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യും. അപ്പം ഞാൻ ചെയ്യുന്നത് ഈ 24 മണിക്കൂറിനെ ഒരു 3ആയിട്ട് എനിക്ക് വേണ്ടി 8 മണിക്കൂർ എൻ്റെ ശരീരത്തിന്, 8 മണിക്കൂർ എൻ്റെ മനസ്സിന്, 8 മണിക്കൂർ എൻ്റെ തൊഴിൽ. ഈ ഒരു രീതി വരുമ്പോൾ എനിക്കൊരു 240 മണിക്കൂർ ഒരു മാസം കിട്ടും. ഒരു ദിവസം 8 മണിക്കൂർ ശരീരത്തിന് പറഞ്ഞാൽ എനിക്ക് ഉറങ്ങണം. അത് 6 മണി തൊട്ട് 7 മണിക്കൂർ എനിക്ക് ഉറങ്ങണം. 1 മണിക്കൂർ എനിക്ക് എക്സസൈസ് ചെയ്യുമ്പോൾ ശരീരം ഓക്കെ. ആ സമയം എനിക്ക് തൊടാൻ പറ്റത്തില്ല. ഇനിയുള്ള തൊഴിലാണ്. അത് നിങ്ങൾ തൊഴിലാളിയാണെങ്കിലും തൊഴിൽ ദാതാവാണെങ്കിലും നിങ്ങൾക്ക് പണിയെടുത്തേ പറ്റും. അത്
നിങ്ങൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ആ 240 മണിക്കൂറിൽ നിങ്ങൾ തൊഴിൽ നിർത്തുക. അല്ലാതെ ഡെയിലി 16 മണിക്കൂർ വർക്ക് ചെയ്ത് വർക്കഹോളിക് ആയി കഴിഞ്ഞാൽ യു ആർ ടേക്കിംഗ് ടൈം ഫ്രം യുവർ ഹെൽത്ത് ഓർ യുവർ മൈൻഡ്. അപ്പോൾ അതിൽ സ്റ്റിക്ക് ഓൺ ചെയ്ത് ഓഫീസിനോട് അടുത്ത് വർക്ക് ചെയ്യുമ്പോൾ ഈ ട്രാഫിക് കളയുന്ന സമയമൊക്കെ ലാഭിക്കാം. ഇതെല്ലാം കഴിഞ്ഞ് നേരെ പിന്നൊരു 8 മണിക്കൂർ അത് നിങ്ങളുടെ ഹാപ്പിനെസ്സിന് വേണ്ടിയുള്ള കാര്യം. ഈ തൊഴിലിനകത്തുനിന്ന് ഹാപ്പിനെസ് എല്ലാവരും കിട്ടുന്നില്ല. അമേരിക്കയിൽ പോലും ഷോസ്നഗർ ഈയിടെ പറഞ്ഞേക്കുന്നത് നമുക്കെല്ലാം അറിയില്ല, ഇത്രയും ഫേമസ് ഒരു വ്യക്തി, ഒരു സ്റ്റേറ്റിനെ ഹെഡ് ചെയ്ത വ്യക്തി. അദ്ദേഹം പറഞ്ഞ 78% ഓഫ് അമേരിക്കൻസ് അൺഹാപ്പിയാണ്. നമ്മളിവിടുന്ന് IIT IIM എന്നൊക്കെ ആൾക്കാർ ഫ്ലൈറ്റ് പിടിച്ച് അവിടെ പോയി സെറ്റിൽ ചെയ്തിട്ട് അവരെല്ലാം അൺഹാപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഡെസ്റ്റിനി അവരെ ഏതോ ഒരു ഇൻഡസ്ട്രിയിൽ കൊണ്ട് ചേർന്നു. ഇപ്പം IIT എഴുതുന്നൊരു വ്യക്തി റാങ്ക് അനുസരിച്ചിട്ടാണ് പുള്ളിയുടെ ഒരു സെക്ടർ കിട്ടുന്നത്, അല്ലാതെ മനസ്സിലാഗ്രഹിച്ച ഒരു ബ്രാഞ്ച് അല്ല അവിടെ കിട്ടുന്നത്. ഇതുപോലെയാണ് ഡെസ്റ്റിനി നമ്മൾ എവിടെയെങ്കിലും കൊണ്ട് ചെയ്തു. കുറെ കഴിയുമ്പോഴത്തേക്കാണ് നമ്മുടെ മനസ്സ് പറയും ഇതല്ല എനിക്ക് ചെയ്യേണ്ടത്. കാര്യം ഞാനിത് പറയാനുള്ള കാരണം, ഞാനിതൊരു വിക്ടിം. എൻ്റെ മകള് ഞാൻ ഐ സെൻഡ് ഹർ ടു ദ ബെസ്റ്റ് സ്കൂൾ. എനിക്ക് 2 കുട്ടികളാണ്, ഏറ്റവും അതിലൊരു കുട്ടി ഏറ്റവും നല്ല സ്കൂളിലും ഏറ്റവും നല്ല യൂണിവേഴ്സിറ്റിയിൽ അയച്ച് മാസ്റ്റേഴ്സും കഴിയുമെന്ന് പറയുകയാണ്. ഞാൻ ലാറ്റിക്കായിട്ടാണ് ഇറങ്ങുന്നത്, സൗത്താംപ്ടണിൽ നിന്ന് പഠിച്ചിറങ്ങിയിട്ട് ഇതെൻ്റെ ഫീൽഡുണ്ടാകും. ഞാൻ തകർന്നു പോയി ആക്ച്വലി. ഇത് നമ്മൾ ഇത്രയും വലിയൊരു എംപയർ ഉണ്ടാക്കിയിട്ട് നോക്കേണ്ട വ്യക്തി വന്ന് പറയുകയാണ് ഇതെൻ്റെ ഫീൽഡില്ല. ഞാനായിട്ട് ഈ കുട്ടീനെ എന്ത് ചെയ്യുന്നത് ഇത്രയും വർഷവും, അതായത് നമ്മുടെ ജീവിതത്തിന്റെ പ്രൈം ടൈം, അതായത് ആ ബ്രെയിനൊക്കെ ഇങ്ങനെ സ്പോഞ്ച് പോലെ ഇരുന്ന് എല്ലാം അബ്സോർവ് ചെയ്യുന്ന സമയം മൊത്തം ആവശ്യമില്ലാത്ത എന്തൊക്കെയോ പഠിച്ചു. കരിയർ ഡിസൈൻ ഈസ് ടോട്ടൽ ഫെയിലിയർ എന്ന് മനസ്സിലായപ്പോഴാണ് നമ്മൾ ടേക്ക് എ ബ്രേക്ക്, 6 months ബ്രേക്ക് എടുത്ത് വെറുതെ ആലോചിച്ച് ഇങ്ങനെ പോയി. ഇതെല്ലാം കഴിഞ്ഞ് ലക്ഷ്യം എന്ന് പറഞ്ഞു എൻ്റെ ഫീൽഡ് ഇതില്ല, ഹിപ്നോ തെറാപ്പി എന്ന് പറഞ്ഞാൽ സൈക്കോളജിയുടെ ഒരു വകഭേദം. ഓക്കെ, അതിനകത്ത് ലക്ഷ്യം പഠിച്ച് വളരെ ഫാസ്റ്റ് ആയിട്ട് വരും. അത് ഇഷ്ടമുള്ള ഫീൽഡാണ്. നൗ ഷീസ് എ വെരി ഫേമസ് hypnotherapist in Dubai. Then she got the confidence, she got into the different business and other things. Now she is back on track. ഞാൻ മാക്സിമം സപ്പോർട്ടും കൊടുത്തു. പക്ഷേ ഇതുപോലെ എല്ലാ ആർക്കും പറ്റിയെന്ന് വരത്തില്ല. അപ്പം നമ്മൾ ആലോചിക്കേണ്ടത് നമ്മളുടെ കയ്യിലാണ് 8 മണിക്കൂർ മൈൻഡ് ഉണ്ട്. അത് നമ്മൾ കറക്റ്റ് യൂസ് ചെയ്താൽ മാത്രമേ, ഇപ്പം പഠിക്കുന്ന സമയത്ത് 8 hours for കർമ്മ എന്ന് വെച്ചാൽ പഠിക്കുന്ന കാര്യമാണ്. ആ സമയത്ത് നമ്മുടെ മൈൻഡിൽ ഇതുകൂടെ ക്ലബ് ചെയ്ത് പോകണം. നമുക്കൊരു ലക്ഷ്യം ഉണ്ടാവണം. അതനുസരിച്ചിട്ട് ഈ ആ 8 മണിക്കൂറിനെ എവിടെ യൂസ് ചെയ്യണമെന്ന് തീരുമാനിക്കണം. അല്ലെങ്കിൽ നിങ്ങൾ സൈൻ തീറ്റയും കോസ് തീറ്റയൊക്കെ പഠിക്കും, അവസാനം അത് കോഴിത്തീറ്റയായിട്ട് പോലും ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. മനസ്സിലായില്ല? ഒരു ഇൻഡസ്ട്രിയിലേക്ക് വരുമ്പോഴാണ് മനസ്സിലാവുന്നത് നമ്മൾ ഈ അക്കാഡമിക്സിൽ പഠിച്ചതെല്ലാം ഇന്റർനാഷണൽ ബേസ്ഡ് ആയിരുന്നു. ഞങ്ങൾ അനുഭവിക്കുന്നതാണ്. ഞങ്ങളുടെ സ്ഥാപനത്തിൽ ഒരു 29 കൺട്രീസിലായിട്ട് ഒരു 2700 ആൾക്കാർ. ഇതിൽ ഒരു വർഷം ഇപ്പം ഒരു 200 പേരിലേറെ എനിക്കറിയാം എഞ്ചിനീയറിംഗ് പ്രൊഫഷൻസിനെ എടുക്കും. ഒരു 200ഓളം പേരെ എടുക്കുമ്പോൾ ഞങ്ങളുടെ ആദ്യത്തെ പണി ഇവരെ രണ്ടാമത് പഠിപ്പിക്കുക എന്നുള്ളതാണ്. ഒരു 6 മാസം കൊണ്ട് ഞങ്ങൾ അവരെ പഠിപ്പിച്ചെടുക്കും. പക്ഷെ എൻ്റെ ചോദ്യം, ഞങ്ങൾക്ക് 6 മാസം കൊണ്ട് ഇവരെ ട്രെയിൻ ചെയ്യാൻ ഈ ഇത്രയും വർഷം അവിടെ ഉണ്ടായിരുന്നെങ്കിൽ അത് ചെയ്യാൻ പറ്റില്ലേ അക്കാഡമിക്സിൽ? നേരെ മനസ്സിലാക്കുന്നത് ഈ പഠിപ്പിച്ചു വിട്ട മാഷന്മാർ ആരും ഇൻഡസ്ട്രി കണ്ടിട്ടില്ല. ബ്ലൈൻഡ് കനോട്ട് റീഡ് അനദർ ബ്ലൈൻഡ് എന്നുള്ള രീതിയിലാണ്. അപ്പം ഞങ്ങൾ അതിനെ മാറ്റാൻ വേണ്ടിയാണ് ഒരു മാറ്റത്തിൽ ഇപ്പം എഡ്യൂക്കേഷൻ സെക്ടറിലേക്ക് ഇറങ്ങിയിട്ട് അവിടെ റെവല്യൂഷന് വേണ്ടി ശ്രമിക്കുകയാണ്. അപ്പം ഒരു 12 വയസ്സ് തൊട്ട് അപ്പം ഏതായാലും ഞങ്ങളുടെ സ്റ്റാഫിന്റെ കുട്ടികൾക്ക് വേണ്ടി കരിയർ ഡിസൈൻ ഞാൻ പേഴ്സണലായിട്ട് ഇൻവോൾവ് ചെയ്ത് ചെയ്യുന്നു. ഐക്യകോണത്ത് നമ്മളിത് ചെയ്യുന്നുണ്ട്. ഈ ഇതിനോടൊപ്പം തന്നെ അഗളിയിൽ ഒരു ട്രൈബൽ സ്കൂൾ നമ്മൾ അവിടുത്തെ സെക്കൻഡറി സ്കൂൾ, അത് അവിടെയാണ് ഇതിന്റെ റെവല്യൂഷൻ തുടങ്ങിയത്. നമുക്കതിന് വേണ്ടത് ഒരു തിയേറ്റർ ക്ലാസ് റൂം മാത്രം മതി. അധ്യാപകരുമായിട്ട് ഒന്നും വേണ്ട, എല്ലാം കണ്ടന്റ് ബേസ്ഡ് ആണ്. ഇത് നമ്മൾ റിമോട്ട്ലി കൺട്രോൾ ചെയ്യാണ്, ഇൻഡസ്ട്രിയായിട്ട് കണക്ട് ചെയ്ത് ഓരോ കുട്ടിയും അവരുടെ പാഷനും ടാലന്റും അനുസരിച്ചിട്ട് ആ കറക്റ്റ് ഇൻഡസ്ട്രിയിലേക്ക് കൊണ്ടുവന്ന പ്രോസസ്സാണ്. ഇതിലൂടെ അങ്ങനെ ചെയ്യുമ്പോൾ ഗുണം ചിലപ്പോൾ നിങ്ങൾ ചെന്നെത്തുന്ന തൊഴിലിൽ നിന്ന് ഹാപ്പിനെസ് കിട്ടും, വർക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടും. അപ്പം നിങ്ങളിപ്പോൾ റേഡിയോയിൽ വർക്ക് ചെയ്യുന്നത് നിങ്ങൾക്ക് അതിനൊരു ടാലന്റ് ഉണ്ട്, നിങ്ങൾക്ക് അത് പെർഫോം ചെയ്യാൻ പറ്റും, യു ആർ എൻജോയിങ് യുവർ ജോബ്. ഇതുപോലെ ആയിരിക്കണം ഓരോ തൊഴിലും നമുക്ക് എൻജോയ് ചെയ്ത് ചെയ്യുമ്പോൾ നമുക്ക് അതിൽ നിന്ന് വർക്ക് ചെയ്യുന്ന സമയത്ത് 8 മണിക്കൂർ ഹാപ്പിനെസ് ആണ്. ഇത് കഴിഞ്ഞിട്ട് പിന്നുള്ള 8 മണിക്കൂർ മൈൻഡിൽ ഹാപ്പിനെസ് ചെയ്യാൻ. അതിനെ നിങ്ങൾക്ക് എന്ത് മനോഹരമായിട്ട് ഡിസൈൻ ചെയ്യാൻ പറ്റും. ഒരു 100 കണക്കിന് നിങ്ങൾ ലിസ്റ്റ് ചെയ്യാം. ഒരു പേപ്പർ എടുത്ത് 100 ടാർഗറ്റ്സ്, അതിൽ 5 ഇയർ ടാർഗറ്റ്സ് ഉണ്ടാവും, 1 ഇയർ ടാർഗറ്റ് ഉണ്ടാവും, മന്ത്ലി ഒരു മാസം കൊണ്ട് തീർക്കേണ്ടതുണ്ടാവും, വീക്കിലി ഒരിക്കൽ ചെയ്യേണ്ടതുണ്ടാവും, ഡെയിലി ചെയ്യേണ്ടതുണ്ടാവും. ഇതിനെ നിങ്ങൾ അത് നിങ്ങൾ നല്ല ഡിസൈനറായിട്ട് നല്ല വരണം. അങ്ങനെ വരുമ്പോൾ നിങ്ങളിപ്പം തീരുമാനിക്കുക, ഞാൻ എല്ലാ ആഴ്ചയിലും 5 ഫ്രണ്ട്സിനെ വിളിക്കും, ഞാൻ 5 ടീച്ചേഴ്സിനെ വിളിക്കും, അല്ലെങ്കിൽ എൻ്റെ റിലേറ്റീവ്സിനെ വിളിക്കും.
നിങ്ങൾ 5 പേരെ വിളിക്കുമ്പോൾ അവരും തിരിച്ചു വിളിക്കും. അങ്ങനെയുള്ള റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യും. ഞാൻ എൻ്റെ വീട്ടിൽ എല്ലാ വീക്കിലും എൻ്റെ ഫ്രണ്ട്സിനെ ആരെങ്കിലും വിളിച്ചിട്ട് ഡിന്നർ ഒരുമിച്ച് ഞങ്ങൾ സ്പെൻഡ് ചെയ്യും. നിങ്ങളെ തിരിച്ച് വിളിക്കത്തില്ലേ? ഞാൻ പാർട്ടി കൊടുക്കും ഞങ്ങളുടെ കുറച്ച് ഫ്രണ്ട്സിനെ. നിങ്ങൾക്ക് ഇൻവിറ്റേഷൻസ് തരും. ഞാൻ എൻ്റെ കുടുംബത്തോടൊപ്പം നിർബന്ധമായിട്ട് എല്ലാ ആഴ്ചയിലും ഒരു പിക്നിക്കിന് പോകും. അത് ഫാമിലി ഗ്യാതറിങ് കൂടിയില്ലേ, എല്ലാ ദിവസവും ഞാൻ എൻ്റെ ഫാമിലിയോടൊപ്പം ഭക്ഷണം കഴിക്കും. ഇങ്ങനെ ഓരോന്നും നിങ്ങൾക്ക് ലിസ്റ്റ് ചെയ്യാം. ഡെയിലി ചെയ്യേണ്ടതും വീക്ക്ലി ചെയ്യേണ്ടതും മന്ത്ലി ചെയ്യേണ്ടതും. ഞാൻ ഈ ഒരു വർഷത്തിൽ ഒരു കോഴ്സ് അറ്റൻഡ് ചെയ്യും. നിങ്ങൾക്ക് എഴുതാം, ആ കോഴ്സ് പഠിക്കും. ഞാനൊരു ഇൻസ്ട്രുമെന്റ് പഠിക്കും. ഓരോ കല നിങ്ങളുടെ സോഫ്റ്റ് സ്കിൽസ് ഡെവലപ്പ് ചെയ്യാം, നിങ്ങളുടെ ടാലന്റ് ഡെവലപ്പ് ചെയ്യാം. പിന്നെ ഞാൻ കവിത എഴുതി തുടങ്ങിയപ്പം ഈ ഒരു സിസ്റ്റത്തിൽ വന്നു കഴിഞ്ഞപ്പം ഞാനെൻ്റെ ടാർഗറ്റാണ്, എനിക്ക് എൻ്റെ ടാലന്റ് കവിത എഴുതാനുള്ള ടാലന്റ്. അത് ഞാൻ ഡെവലപ്പ് ചെയ്തില്ലെങ്കിൽ വേറെ ആരും ഒന്നും ഡെവലപ്പ് ചെയ്തില്ല. ഞാൻ പുതിയ ടാർഗറ്റ്, ഞാൻ ഒരു വേൾഡ് റെക്കോർഡ് ഇടും കവിതയ്ക്ക്. എനിക്ക് എൻ്റേതായ സ്ഥാനം ഞാൻ കണ്ടു. അങ്ങനെ കണ്ടിട്ട് നമ്മൾ ഡെയിലി ഒരു കറണ്ട് അഫയേഴ്സിനെ കുറിച്ച് കവിത എഴുതുക, അത് പബ്ലിഷ് ചെയ്യുക, അന്ന് തന്നെ പബ്ലിഷ് ചെയ്യുക, മ്യൂസിക്കും ഗ്രാഫിക്സ് ഒക്കെ. അങ്ങനെ 1000 കിടന്നപ്പോഴത്തേക്ക് വേൾഡ് റെക്കോർഡായി. ഇന്നിപ്പോ എനിക്കത് ഹാബിറ്റായി, എനിക്കത് അത് മാറാൻ പറ്റത്തില്ല. ഞാൻ എൻജോയ് ചെയ്യുന്നു. 6 വർഷം കഴിഞ്ഞു. ഇന്ന് എഴുതിയിരിക്കുന്നത് നമ്മുടെ അതായത് നമ്മുടെ മനസ്സിൽ മൂടിയ മാറാലുകളൊക്കെ ഒരു ഇൻസിഡന്റ് ഉണ്ടായ എൻ്റെ പേരിലാണ്. അതായത് ആകെ എൻ്റെ സുഹൃത്തിൻ്റെ കുട്ടിക്ക് ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു. ആകെ മനസ്സിൽ ഭയങ്കര പ്രശ്നങ്ങൾ വന്നിട്ട് ആകെ എൻ്റെ മകളുടെ അടുത്ത് തന്നെയാണ് വന്നു കഴിഞ്ഞപ്പം ഷീ കറക്റ്റഡ്. അത് ആ കുട്ടിയുടെ മെസ്സേജ് ഇന്നലെ ഞാൻ കണ്ടു, നോക്കയച്ചു. കാര്യം അത്രയും മോശം കണ്ടീഷനായിരുന്നു കുട്ടി. ആ കുട്ടി ആ താങ്ക്സ് പറഞ്ഞിട്ട് ചെയ്ത മെസ്സേജ് ഞാൻ വിളിച്ചു. നമ്മുടെ മനസ്സിൽ മൂടിയ മാറാൽ ഒരു ദിവസം നമ്മൾ തന്നെ മാറ്റാൻ ശ്രമിക്കണം. അല്ലാതെ അത് അങ്ങനെ കിടന്നു കഴിഞ്ഞാൽ അത് നശിച്ചു പോകും. അപ്പൊ അതിനെക്കുറിച്ചാണ്. അപ്പൊ എന്നെ സ്വാധീനിച്ചൊരു ആ ഒരു മെസ്സേജ് എന്നെ ഭയങ്കരമായിട്ട് സ്വാധീനിക്കും. അപ്പം നമ്മളുടെ ഉള്ളിലെ പ്രശ്നം നമ്മൾ തന്നെ ഒരു ദിവസം അത് ചെയ്യണമെന്ന് തോന്നി വരുമ്പോഴാണ് നമുക്ക് മാറ്റാൻ പറ്റും. അങ്ങനെ അതിനെക്കുറിച്ച് എഴുതും. ഇങ്ങനെ ഓരോ ദിവസം ഓരോ കാര്യങ്ങൾ ടോപ്പിക്കിനെ കുറിച്ചാണ് എഴുതുന്നത്. അപ്പം ഇങ്ങനെ വരുമ്പം നമ്മുടെ ലൈഫ് ഒരു ഫുള്ളി അതിന് എഫിസ് എന്നാ പറയുക, എഫിഷ്യൻസി ഇംപ്രൂവ്മെന്റ് സിസ്റ്റം മാനേജ്മെന്റ് എന്നുള്ള ഒരു കൺസെപ്റ്റിന്റെ ഭാഗമാണ്. അപ്പം ഞങ്ങളുടെ സ്ഥാപനത്തിൽ കഴിഞ്ഞ ഒരു 10 വർഷമായിട്ട് ഈ സിസ്റ്റം ഫോളോ. എൻ്റെ ഒരു ഇൻഡസ്ട്രിയൽ ഡോക്ടറേറ്റ് സബ്ജക്റ്റാണ്. അപ്പം ഞങ്ങൾ സ്ഥാപനത്തിൽ വരുമ്പോൾ എന്താ ചെയ്യുന്നത്, ഈ നമ്മുടെ പ്രോഫിറ്റ് നമ്മുടെ എഫിഷ്യൻസിയെ ബേസ് ചെയ്തിരിക്കും. പക്ഷേ എഫിഷ്യൻസി മെഷർ ചെയ്യാൻ ഒരു സ്കെയിലില്ല. അപ്പം നമ്മളൊരു സ്കെയിൽ ഡെവലപ്പ് ചെയ്തു. ഒരു 200 പാരാമീറ്റേഴ്സ് ഉണ്ട് ഈ സ്കെയിലിൽ. ഇതിലെ ഓരോ പാരാമീറ്ററും നിങ്ങൾ ഡെവലപ്പ് ചെയ്യുക അല്ലെങ്കിൽ അതിൻ്റെ ഒരു ട്രെയിൻ ഹോളാണ്. അത് പ്ലഗ് ചെയ്യുമ്പോൾ അത് പ്രോഫിറ്റായിട്ട് കൺവേർട്ട് ചെയ്യും. ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ പാഠം ഒന്നതായിട്ട് ഇപ്പം പറയാന്ന് പറഞ്ഞാൽ പാഠം ഒന്ന് നമ്മൾ പഠിക്കുമല്ലോ, അതുപോലെയാണ് എഫിസിന്റെ ആദ്യത്തെ പാഠം ഒന്ന് പങ്ക്ച്വാലിറ്റി. അതായത് നിങ്ങൾ 9 മണി എന്ന് പറഞ്ഞാൽ 8 hours 15 minutes and 60 seconds എന്നുള്ള സ്ഥാനം തലേക്ക് എത്തുക. 1 സെക്കൻഡ് പോലും നിങ്ങൾ ലേറ്റ് ആയി ഒട്ടും ചെയ്തത്. 10 മിനിറ്റ് നേരത്തെ ചെയ്യുന്ന ഒരു കുഴപ്പമില്ല. പക്ഷേ ഐ വിൽ ബി നെവർ ലേറ്റ് ഇൻ എനിത്തിങ്. എവിടെ എനിക്ക് ഇൻവിറ്റേഷൻ കിട്ടിയാലും കറക്റ്റ് പോകും. അപ്പോൾ എനിക്കൊക്കെ ദുബൈയില് എന്നെ അറിയാവുന്നവരെല്ലാം ഇൻവിറ്റേഷൻ സെപ്പറേറ്റ് എന്ന് പറയും, അരമണിക്കൂർ കഴിഞ്ഞാൽ വന്നാൽ മതി എന്ന് പറയും. കാര്യം എന്നെ 8 മണിക്ക് ഡിന്നർ വിളിച്ചാൽ ഞാൻ 8 മണിക്ക് ഷാർപ്പോടെ എത്തും. വേറെ ആരും വരത്തില്ല. കഴിഞ്ഞ ദിവസം കേരള യൂണിവേഴ്സിറ്റിയിലൊരു ടോക്കിനെ ചെയ്തിട്ട് എന്തൊരു 10 മണി പറഞ്ഞു. ഞാൻ 9:40 ട്രാഫിക് ഒക്കെ പ്രതീക്ഷിച്ച് ഞാൻ ലേറ്റ് വരുന്നതായിരുന്നു. ഞാൻ അവിടെ ചെന്നു. അവിടെ പ്രോഗ്രാം തുടങ്ങുന്നത് 10:00-ക്കാണ്. മനസ്സിലായി? ഇതാണ് ഇവിടുത്തെ. ഇതൊക്കെ മാറും. ഞാൻ കുട്ടികളോട് ഞാൻ അതാ പറഞ്ഞത്. ഇന്നലെ അവിടെ ആരൊക്കെ 10 മണിക്ക് എത്തി. അങ്ങനെ 2-3 ചോദ്യം ചോദിച്ചിട്ട് ഇതിൽ ആരെങ്കിലും ഉത്തരം പറഞ്ഞിരുന്നെങ്കിൽ ഏരിയസിൽ അന്നേരം അപ്പോയിന്റ്മെന്റ് കൊടുക്കുമായിരുന്നു. എന്നിട്ട് ഞാൻ വേറൊരു കാര്യം ചോദിച്ചു ഉത്തരം പറഞ്ഞാൽ അന്നേരം അപ്പോയിന്റ്മെന്റ് കൊടുത്തു. ഞാൻ ചോദിച്ചു ആരാണ് ഹൂ ഇസ് ദ ക്രിക്കറ്റിംഗ് ക്യാപ്റ്റൻ ചോദിച്ചു. അപ്പൊ ഒരു ക്രിക്കറ്റിംഗ് ക്യാപ്റ്റൻ ഉണ്ടായിരുന്നു. പുള്ളിക്ക് ഞാൻ പറഞ്ഞു എനിക്ക് താങ്കളുടെ ഇന്റർവ്യൂ വേണ്ട, ഒന്നും വേണ്ട. യു വോട്ട് സി ഒരു അതുവഴി തൊഴിൽ പോകുന്ന ഒരാൾക്ക് ഒരു കോളേജിന്റെ ക്രിക്കറ്റിംഗ് ക്യാപ്റ്റൻ ആവാൻ പറ്റും ഇല്ല. കാര്യം ആ ലീഡർഷിപ്പ് സ്കിൽ യു ഓൾറെഡി പോകും. ക്രിക്കറ്റ് എന്ന് പറയുന്ന ഒരു ഗെയിമിന്റെ ബ്യൂട്ടി എന്ന് പറഞ്ഞാൽ അച്ചടക്കത്തോടു കൂടി കളിക്കുന്ന ഗെയിം, അതായത് ഒരു ജെന്റിൽമാൻസ് ഗെയിം. എല്ലാത്തിനും ടാർഗറ്റ് ഓറിയന്റഡ് ആണ്. നിങ്ങൾ ഒരു റണ്ണിന് ചേസ് ചെയ്യുക, ഒരു സ്ട്രാറ്റജി ഉണ്ട്, സേഫ്റ്റി മെഷേഴ്സ് ഉണ്ട്, ലോഗിംഗ് സിസ്റ്റംസ് ഉണ്ട്. ഒരു 10-25 ഫീച്ചേഴ്സ് ഒരു ഇൻഡസ്ട്രിക്ക് വേണ്ടതെല്ലാം അത് ആ ഗെയിമിനകത്ത് നമ്മൾ അറിയാതെ ഇത് ഡെവലപ്പ് ചെയ്യുകയാണ്. നമുക്ക് ചെക്ക് ലിസ്റ്റ് ഉണ്ട്. ഒരു ക്യാപ്റ്റൻ ആയി കഴിയുമ്പോൾ അഡീഷണൽ റെസ്പോൺസിബിലിറ്റി നിങ്ങൾ കളിക്കാൻ പോകുമ്പോൾ ഈ ടീമിനെ മൊത്തം കൂട്ടണം. ചെക്ക് ലിസ്റ്റ് ഉണ്ട്. കാര്യം ഈ കിറ്റിനകത്ത് എല്ലാ സാധനവും ഉണ്ടാവണം. മനസ്സിലായില്ലേ? അവിടെ ചെല്ലുമ്പോൾ ബെയിൽസ് ഇല്ല പറ്റുന്ന പറഞ്ഞിട്ട് കാര്യമില്ല. മനസ്സിലായില്ലേ? അപ്പം ഇത് തന്നെയാണ് ഇൻഡസ്ട്രിയിൽ നിങ്ങളൊരു ഇൻസ്പെക്ഷൻ പോകുമ്പോൾ എന്തൊക്കെ ഇതെല്ലാം വേണം. ടീമായിട്ട് പോകുമ്പോൾ എന്തൊക്കെ ചെയ്യണം, ഇതെല്ലാം ഉണ്ട്. പിന്നെ സ്പോർട്സ്മാൻ സ്പിരിറ്റ് ഉണ്ട്. കളി തോറ്റുന്ന കരുതി ഉടനെ ആകുന്നില്ല. ആ സ്പിരിറ്റിൽ അടുത്ത് ഇതിലേക്ക് പോകും. അടിപിടിയൊന്നും നിങ്ങൾ ഉണ്ടാക്കുന്നില്ല. ഇത് കഴിഞ്ഞിട്ട് ഡ്രസ് കോഡ്സ് ഉണ്ട്.
വളരെ അത് മറ്റ് ഗെയിമിൽ നിന്ന് വേറിട്ട് നിൽക്കുന്ന ക്രിക്കറ്റ് അതുകൊണ്ടാണ്. ഞങ്ങളുടെ കമ്പനിയിൽ നിന്ന് ഒഫീഷ്യൽ ഗെയിം അതാണ്. ഏത് ക്യാമ്പസിലും ക്രിക്കറ്റിംഗ് ക്യാപ്റ്റൻ ഇന്റർവ്യൂ പോലും ഇല്ല, അന്നേരം എടുക്കും. അവരൊക്കെയാണ് ഞങ്ങളുടെ ഡിഫറെന്റ് ഡിവിഷൻ ഹെഡ്സ് ആയിട്ട് മാറുന്നത്. അപ്പം ഈ 200 പാരാമീറ്റേഴ്സ് ഇതുപോലെയാണ്. പങ്ക്ച്വാലിറ്റി, പ്ലാനിങ്, തൊട്ട് എല്ലാം വരുന്ന കൂട്ടത്തിൽ ഇത് മൂന്നും ഈ ബോഡി, മൈൻഡ്, കർമ്മ മൊത്തം ഇതിനകത്ത് കയറി വരും. കാര്യം നിങ്ങൾ വർക്കഹോളിക് ആയിട്ട് മാത്രം കാര്യമില്ല, നിങ്ങളുടെ ക്യാരക്ടർ മാറണം. നിങ്ങളുടെ ക്യാരക്ടർ പെർഫെക്റ്റ് ആകുമ്പോഴേ ഇതാവും. നിങ്ങളുടെ മൈൻഡ് മാറുമ്പോഴാണ് ക്യാരക്ടർ മാറുന്നത്. നിങ്ങൾക്ക് ഫിസിക്കലി ഫിറ്റ് അല്ല എന്നുണ്ടെങ്കിൽ യു കനോട്ട് ഡു ദ ജോബ് പ്രോപ്പർലി. വി ആർ ടേക്കിംഗ് പീപ്പിൾ ഫ്രോം വില്ലേജസ് നിന്നാണ്. മിക്കവാറും വില്ലേജ് ലെവലിലുള്ള എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ്സിനെയും ഡിപ്ലോമേഴ്സിനെയും എടുത്ത് ഈ മുകളിൽ ചെയ്യുമ്പോഴത്തേക്ക് അവർ കമ്മിറ്റ്മെന്റ് ഇസ് ടോട്ടലി ഡിഫറെന്റ്, ആറ്റിറ്റ്യൂഡ് ഈസ് ഡിഫറെന്റ്. ഞങ്ങൾ ഈ ട്രെയിനിങ് കൊടുത്തു കഴിയുമ്പോൾ ടുഡേ വി ആർ വേൾഡ് നമ്പർ 1 in 5 fields using this kind of people. More than 90% of our staff are from India actually. അപ്പോൾ ഒരു ഇന്ത്യൻ ഹ്യൂമൻ റിസോഴ്സിനെ വെച്ചിട്ട് നമുക്ക് ഇത് ചെയ്യാൻ പറ്റും, മറ്റുള്ളവർക്ക് ചെയ്യാൻ പറ്റില്ല. ഈ ഒരു മെസ്സേജാണ് നമ്മൾ എഡ്യൂക്കേഷൻ സെക്ടറിലേക്ക് വന്നിട്ട് കൊടുക്കുന്നത്. നിങ്ങൾ ഈ 50,000 മണിക്കൂർ പഠിച്ച് ക്ലാസ്സിൽ പഠിച്ച് പിന്നെ ആ മാഷിൽ തന്നെ ട്യൂഷൻ പോയിട്ട് വല്ല കാര്യമില്ല. അതും സൈന്റിഫിക് മെസ്സേജ് വെറുതെ വെറുപ്പിക്കാനായിട്ട് എന്തിനാ വന്നത്? A+B നിങ്ങൾ പഠിച്ചു, അതിന്റെ ആപ്ലിക്കേഷൻ അറിയില്ലെങ്കിൽ എന്തിനാ പഠിക്കുന്നത്? അമ്മയുടെ കൂടെ അടുക്കളയിൽ കയറി കുറച്ച് നേരം വർക്ക് ചെയ്താൽ 25 ഡിഷ് പഠിച്ചാൽ നീ എവിടെ പോയി കഴിഞ്ഞാൽ അമ്മയുടെ അതേ ടേസ്റ്റിൽ ഭക്ഷണം കഴിക്കുക. ഇതിന് എത്ര സമയം വേണം? ഞങ്ങളുടെ കരിയർ ഡിസൈൻ ക്ലാസ്സിൽ ഇതൊക്കെയാണ് ടാർഗറ്റ്സ് കൊടുത്തിരുന്നത്. കുട്ടികൾ ഇതെല്ലാം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് സ്പോർട്സിന് പോകുമ്പോൾ എല്ലാവരും സച്ചിൻ തെണ്ടുൽക്കറും ആംഗ്രി ആവാൻ പറ്റത്തില്ല. ഒരു ഗ്രൗണ്ടിൽ 22 പേർക്കെല്ലാം കളിക്കാൻ പറ്റും. നിങ്ങളുടെ തലയിൽ കയറുന്നത് സ്പോർട്സിൽ, അതിൽ ക്രിക്കറ്റിൽ ഫുട്ബോളിൽ താല്പര്യം ഉണ്ടെങ്കിൽ 22 പേര് കളത്തിൽ കളിക്കാൻ പോകും. 20,000 ജോബ് ഓപ്പർച്യൂണിറ്റി ഔട്ട്സൈഡിലുണ്ട് ക്രിക്കറ്റുമായി ബന്ധപ്പെട്ട്. ആ ഗെയിം നടക്കുമ്പോൾ അതിന്റെ ടെലികാസ്റ്റ് ആയിക്കോട്ടെ, അതിന്റെ ഗ്രൗണ്ട് പ്രിപ്പറേഷൻ ആയിക്കോട്ടെ, അതിന്റെ സ്റ്റേഡിയം മാനേജ്മെന്റ് ആയിക്കോട്ടെ, ഒരുപാട് തൊഴിലവസരങ്ങൾ വരെ കിടക്കുന്നു. നിങ്ങൾ അതിൽ കൂടെ ഫോക്കസ് ചെയ്യും. നിങ്ങൾ ക്രിക്കറ്റ് ലവറാണ്, അതേസമയം നിങ്ങൾക്ക് ഒരു തൊഴിലതിൽ കണ്ടെത്താം. ഇതാണ് നമ്മൾ കൊടുക്കുന്ന മെസ്സേജ്. ഇപ്പം അഗളി സ്കൂളിൽ, ഒരു ട്രൈബൽ സ്കൂളിൽ, ക്യാൻ യു ഇമാജിൻ, ഇന്ന് റഗ്ബി ക്ലബും ബേസ്ബോൾ ക്ലബും ഉള്ള ഏക ഇന്ത്യയിലെ സ്കൂള് അതാന്ന് പറഞ്ഞാൽ അവരെ പഠിപ്പിക്കാൻ ഞങ്ങൾക്ക് നിസ്താര സമയം മതി. കാര്യം ഒരു ദിവസം മതി റഗ്ബി ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട്. അതിന്റെ റൂൾസ് ഒരു മണിക്കൂറാണ് ഇവർക്ക് നമ്മൾ ചോദിച്ചിരിക്കുന്നത് ഈ പാനൽ എഡ്യൂക്കേഷൻ. ഈ 1 മണിക്കൂർ കൊണ്ട് റഗ്ബിയുടെ റൂൾസ്, ബേസിക് റൂൾസ് ഒരു 3-4 വീഡിയോ, 5 മിനിറ്റ് വീഡിയോസ് ആണ്. ഇത് കണ്ടു കഴിയുമ്പോൾ കുട്ടികൾക്ക് അതിന്റെ ബേസിക് റൂൾസ് മനസ്സിലായി എങ്ങനെയായിരുന്നു. പിന്നെ ഇതിന്റെ ചാനൽസ് ഏതൊക്കെ ചാനൽ ഇത് അവൈലബിൾ എന്ന് പറയും. ടിവിയിൽ ഇതിന്റെ ഗെയിം കണ്ടു കഴിയുമ്പോഴത്തേക്ക് അവര് റൂൾ അറിഞ്ഞിട്ട് ഏത് ഗെയിം നമുക്ക് എൻജോയ് ചെയ്തിട്ട്. പിന്നെ നമ്മൾ ഇതിന്റെ ഏതൊക്കെയാണ് മേജർ കോമ്പറ്റീഷൻസ് എവിടെ നടക്കുന്നത്, ഏതൊക്കെ ക്ലബ്ബാണ് ഉള്ളത്, നിങ്ങൾ അതിന്റെ ക്ലബിന്റെ ഫാൻ ആവാൻ പറയും. അപ്പൊ ഇവര് ഓരോ ക്ലബിന്റെ ഫാനായിട്ട് മാറും. പിന്നെ ഇതിൽ ഇതൊരു അഡിക്ഷൻ ആയിട്ട് മാറും. പിന്നെ നമ്മൾ പറയും ഇതുമായി ബന്ധപ്പെട്ട തൊഴിലവസരങ്ങൾ എന്തൊക്കെയാണ്, എങ്ങനെയാണ് നിങ്ങൾക്ക് വർക്ക് ചെയ്യേണ്ടത്. ഇറ്റലിയിലെ ഇന്ന ക്ലബിന്റെ കീഴിലാണെങ്കിൽ അത് നിങ്ങൾ ടാർഗറ്റ് ഇടുക. അപ്പൊ നിങ്ങൾ എന്താ പറയേണ്ടത്, നിങ്ങളുടെ ആ പാർട്ട് നിങ്ങളുടെ മുന്നിൽ 5-8 വർഷം കിടക്കുക. നിങ്ങൾ 7ാം ക്ലാസ് വെച്ച് തുടങ്ങുന്ന പ്രോസസ്സാണ്. നിങ്ങളുടെ ടാർഗറ്റ് ഇറ്റലിയിൽ പോകണമെങ്കിൽ ആദ്യം പഠിക്കേണ്ടത് ഇറ്റാലിയൻ ലാംഗ്വേജ് ആണ്. യു ലേൺ ആൻ അഡീഷണൽ ലാംഗ്വേജ്. നിങ്ങൾ പോകേണ്ട ഡെസ്റ്റിനേഷൻ എവിടെയാണെങ്കിൽ നിങ്ങളുടെ ക്ലബ് അവിടെ കിടക്കുന്നത്, നിങ്ങൾക്ക് ആ ക്ലബിനോട് വർക്ക് ചെയ്യണമെങ്കിൽ യു ലേൺ ഇറ്റാലിയൻ ലാംഗ്വേജ്. ഇനി നാളെ ആ ക്ലബിൽ ചെല്ലാൻ പറ്റിയില്ലെങ്കിലും ഇറ്റലിയിലെ അതുമായി ബന്ധപ്പെട്ട് എവിടെയെങ്കിലും നിങ്ങൾക്ക് അപ്പൊ നിങ്ങളുടെ ഫോക്കസ്ഡ് ആയി, മനസ്സിലായില്ലേ? ഇങ്ങനെയാണ് ഓരോ കാര്യങ്ങളും പഠിപ്പിക്കുന്നത്. അതിനിറങ്ങി നല്ല റെസ്പോൺസ് ആയി. അഗലിയിൽ ഇത് കണ്ട് മന്ത്രി ഗണേഷ് കുമാർ കണ്ടുടനെ പുള്ളിയുടെ സ്കൂളിൽ ഇത് ഇൻട്രൊഡ്യൂസ്. അത് പുള്ളി ആ സ്കൂളിൽ പുള്ളി ഉടനെ KGF രാമന്റെ കുവൈറ്റിലുള്ള ബിസിനസ് മാനല്ലേ പുള്ളി വിളിച്ച് പറഞ്ഞു. പുള്ളി അപ്പം തന്നെ ഒരു തിയേറ്റർ ക്ലാസ് റൂം ചെയ്തു. ഞാൻ പറഞ്ഞു എനിക്കൊരു തിയേറ്റർ ക്ലാസ് റൂം കിട്ടിയാൽ മതി. അഗലിൽ ഞങ്ങൾ ചെയ്യുന്ന കണ്ടന്റ് നമുക്ക് ഒരു തിയേറ്റർ ക്ലാസ് റൂമുള്ള ഏത് സ്കൂളിലും കൊടുക്കാം. ഇന്ന് കേരളത്തിലെ എല്ലാ സ്കൂളിലും ആരെങ്കിലും ഒരുത്തിന് രക്ഷപ്പെട്ട ഒരാളില്ലേ, ആ വ്യക്തി വിചാരിച്ച ഒരു തിയേറ്റർ ക്ലാസ് റൂമിൽ എന്ത് കോസ്റ്റ് ആവാനാണ്. ഒരെണ്ണം ചെയ്ത് കഴിഞ്ഞാൽ ഈ കണ്ടന്റ്സ് എല്ലാം ഉണ്ട്. അവിടെ ഞങ്ങൾ ചെയ്യുന്നൊരു ഫിലിം ക്ലബ് അങ്ങോട്ട് തുടങ്ങും. ആദ്യം ഈ തിയേറ്റർ ക്ലാസ് റൂം എന്ന ഫിലിം ക്ലബ് തുടങ്ങും. ഇവരെ എങ്ങനെയാണ് കണ്ടന്റ് ക്രിയേറ്റ്, എഡ്യൂക്കേഷൻ കണ്ടന്റ്സ് ടീച്ചറൊന്നും പഠിക്കേണ്ട. ഞാൻ പഠിച്ചത് വായനാശീലമുള്ളതുകൊണ്ട് ഞാൻ സ്വയം വായിച്ചാൽ പഠിച്ചേക്കുന്നത്. എനിക്കെല്ലാം സ്പൂൺ ഫീഡ് ചെയ്ത് തരേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ ആദ്യം വായനാശീലം ഡെവലപ്പ് ചെയ്യും, കണ്ടന്റ് എങ്ങനെയാണ് ഉണ്ടാക്കട്ടെ എന്ന് ക്രിയേറ്റ് ചെയ്യും. ഇന്ന് നിങ്ങൾക്ക് റോക്കറ്റ് ടെക്നോളജി പഠിക്കണമെങ്കിലും നിങ്ങൾ ഒരു യൂണിവേഴ്സിറ്റിയിലും പോകണ്ട. ഇന്നത്തെ ഏറ്റവും വലിയ യൂണിവേഴ്സിറ്റി വാട്സ്ആപ്പ് യൂണിവേഴ്സിറ്റി, ഫേസ്ബുക്ക് യൂണിവേഴ്സിറ്റി, ഇൻസ്റ്റാഗ്രാം യൂണിവേഴ്സിറ്റിയാണ്. ChatGPT നിങ്ങൾ കയറിയിട്ട് അതാണ് ഏറ്റവും വലിയ ഗുരു. നിങ്ങളത് കയറിയിട്ട് ഡിസൈൻ എ കോഴ്സ് ഫോർ റോക്കറ്റ് ടെക്നോളജി എന്ന് പറഞ്ഞാൽ ടെക്സ് ഒറ്റ സെക്കൻഡിൽ കോഴ്സ് സിലബസ് വന്നു. ക്രിയേറ്റ് എ കണ്ടന്റ് ഫോർ ദ കണ്ടന്റ് വന്നു. അതിന്റെ വീഡിയോ കണ്ടന്റ്സ് വേണം, എന്ത് വേണേലും നിങ്ങൾക്ക് കിട്ടി. അതിനെ ലൈനപ്പ് ചെയ്യുക. നിങ്ങളൊരു മെന്ററെ കണ്ടുപിടിക്കുക ആ ഫീൽഡില്. ഇതുകൊണ്ട് കാണിക്കുക. മെന്റർ കറക്ഷനിൽ ഗൈഡ് ചെയ്യും. ആഡ് ദീസ് അഡീഷണൽ തിങ്സ്. കാര്യം ഓരോ ദിവസം പുതിയ ടെക്നോളജി ഉണ്ട്. ഇത് നിങ്ങൾ ഇതിലേക്ക് പാഷൻ കയറി കഴിഞ്ഞാൽ ഒരു യൂണിവേഴ്സിറ്റിയും വേണ്ട. നിങ്ങൾ റോക്കറ്റ് ടെക്നോളജിയിൽ അവിടെ എവിടെയാണെന്ന് വെച്ചാൽ അവിടെ എത്തിയിരിക്കും. മനസ്സിലായില്ല? ഇങ്ങനെയാണ് എഡ്യൂക്കേഷൻ സെക്ടറിനെ മാറ്റേണ്ടത്. ഇത് ഞങ്ങൾ ചെയ്യുന്നുണ്ട്. വളരെ വിജയകരമായിട്ട്
പോകുന്നുണ്ട്. ഏതാണ്ട് 55ഓളം സ്കൂൾ. ഇപ്പം ഞാൻ ഒരു വർഷം കഴിഞ്ഞ് ഇപ്പം ഈ അഗളിയിൽ തുടങ്ങിയിട്ട് 5 വർഷത്തെ പ്രോജക്റ്റ്. 5 വർഷം കൊണ്ട് അഗളി സ്കൂളിനെ ഇന്ത്യയിലെ നമ്പർ 1 സ്കൂളാക്കുന്നത് നമ്മൾ തീരുമാനിച്ചു. അത് ഓൾറെഡി ഫിലിം ഫെസ്റ്റിവൽ അവിടെ നടത്തി. ഈ സിനിമ ആ സ്കൂളിലെ 2400 കുട്ടികളിൽ 1200 കുട്ടികൾ ജീവിതത്തിൽ സിനിമ തിയേറ്ററിൽ പോയി കാണാത്ത സ്ഥലമാണ്. ഒരു ട്രൈബൽ മേഖലയല്ലേ. 40 കിലോമീറ്റർ റേഡിയസിൽ ഒരു സ്കൂളാണ് ഉള്ളത്. ചില കുട്ടികൾ വരുന്നത് കാട്ടിന്റെ ഉള്ളിൽ നിന്നാണ് വരുന്നത്. രാവിലെ 5 കിലോമീറ്റർ കാട്ടിൽ കൂടെ നടന്നു വന്ന് ബസ് കയറി സ്കൂളിൽ വന്ന് അവിടെ ഫുഡ് കിട്ടും സ്കൂളിൽ. ഇവർ വരുന്ന വഴി ആനയൊക്കെ പൂസി വീട്ടിൽ നിന്ന് തലേന്ന് പുലിയൊക്കെ മറ്റേ ആടിനെ പിടിച്ചുകൊണ്ട് പോകുന്ന സ്ഥലമാണ്. ആ പ്രകൃതിയായിട്ട് അവർ ഫൈറ്റ് ചെയ്ത് വരുന്നതാണ്. പക്ഷെ അവരെ ഒന്ന് ഗൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ കുട്ടികളൊക്കെ നമ്മുടെ കുട്ടികളൊക്കെ വളരെ സ്ട്രോങ് ക്യാരക്ടേഴ്സ് ആണ്. അപ്പോൾ അവരോട് ഇന്ററാക്ട് ചെയ്യാൻ എനിക്ക് മനസ്സിലാവും. ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ ആരെങ്കിലും പറയാൻ പറഞ്ഞു കഴിഞ്ഞാൽ 10 കൈ ഒരുമിച്ച് പോകുന്നത്. അതേസമയം നമ്മുടെ കുട്ടികളോട് ചോദിച്ചാൽ എല്ലാവരും ഇങ്ങനെ മടിച്ച് നിൽക്കുകയാണ്. അവരെവിടെ പോകണമെന്നതിനെ കുറിച്ച് വ്യക്തമായ ധാരണയായി തുടങ്ങി. ഓരോ ഇൻഡസ്ട്രി വന്ന് പരിചയപ്പെടുകയാണ്. ഞങ്ങളോട് 10 പേരെ അവിടെ നിന്ന് എടുത്ത് അവരെ ട്രെയിനിങ് തുടങ്ങി കഴിഞ്ഞു. ഈ സിസ്റ്റത്തിന്റെ ബ്യൂട്ടി നിങ്ങൾ ഫീസ് കൊടുത്തല്ല പഠിക്കും. ഇൻഡസ്ട്രി അവർക്ക് ഇപ്പം ഞങ്ങളുടെ കമ്പനിയുടെ കണ്ടന്റ്സ് ഒരു 1000 മണിക്കൂർ കണ്ടന്റ് എങ്കിലും ഞാൻ അവരെ കൊണ്ട് കാണിച്ചു. കാര്യം അവർ പോകേണ്ട സെക്ടറിലേക്ക് പോകും. അവർ ഓരോ കണ്ടന്റ് കാണുമ്പോൾ ഐ വിൽ മേക്ക് ഷുവർ ദാറ്റ് സ്റ്റുഡന്റ് ഗെറ്റ് അറ്റ്ലീസ്റ്റ് $1 ആയിട്ടുള്ള കാര്യം. ഹീസ് ഇൻവെസ്റ്റിംഗ് 1 hour ടു ലേൺ അവർ ഇൻഡസ്ട്രി. ഇറ്റ് ഈസ് മൈ റെസ്പോൺസിബിലിറ്റി ടു ഫീഡ് ദം. ഇപ്പോഴത്തെ സിസ്റ്റം എന്താണ്? നിങ്ങളുടെ പേരൻസിന്റെ കാശ് മുഴുവൻ ഈ അക്കാഡമിക്സ് അടിച്ചുകൊണ്ട് പോവുകയാണ്. ഈ അക്കാഡമിക്സ് ഇൻഡസ്ട്രിയെ കാണിച്ചില്ല. ദൂരെ ഒരു ജോലി കിട്ടുന്ന സ്ഥലമുണ്ട്, ഞങ്ങളുടെ അടുത്ത് വന്ന് പഠിക്കും, ഇതൊക്കെ എന്നിട്ട് നിങ്ങളുടെ പോക്കറ്റിലുള്ള കാശ് മുഴുവൻ അടിച്ചു മാറ്റും. എന്റെ മോളെ പഠിപ്പിക്കാൻ $1 million കറൻസി കൂടുതൽ സ്പെൻഡ് ചെയ്തതാണ് ഞാൻ. എന്നിട്ട് അവസാനം എന്തായി? രണ്ടാമത് ഒന്നെന്ന് പറയാൻ തുടങ്ങിയത്. ഇത് അതേസമയം ഈ അക്കാഡമിക്സിൽ കൊണ്ട് കളയുന്ന നേരത്ത് അത് അവർ എൻഷുർ ചെയ്യുന്നില്ല അവിടെ ജോബ് കിട്ടുമെന്ന് എൻഷുർ ചെയ്യുന്നില്ല. അതിനുവേണ്ടി ഇപ്പം ചെയ്യുന്നത് ഇൻഷുറൻസ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോവാണ്. അപ്പം ഇൻഷുറൻസിന്റെ ഗ്ലോബൽ അസോസിയേഷൻ അതിന്റെ വൈസ് പ്രസിഡന്റ് ചെയ്യണം. ഞാനിത് കഴിഞ്ഞ കോൺഫറൻസിൽ സൗദി അറേബ്യയിൽ വെച്ചിട്ട് പ്രസന്റ് ചെയ്തു. Every student should be insured. He is a customer. He has the right to get the ഫീസ് കൊടുത്ത് പഠിക്കുന്ന ആ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ റെസ്പോൺസിബിലിറ്റി ആണ് ആ ജോബ് എൻഷുർ ചെയ്യേണ്ടത്. ഇല്ലെങ്കിൽ ഹി ഷുഡ് ബി പെയ്ഡ് ബാക്ക്, കോമ്പൻസേഷൻ കൊടുക്കണം. അപ്പം എവറി കോഴ്സ് ഷുഡ് ബി ഇൻഷുർഡ്. അപ്പം ഇൻഷുറൻസ് കമ്പനി പറയും ദ ടീച്ചിങ് ഷുഡ് ബി ലൈക്ക് ദിസ്, ഇൻഡസ്ട്രിയൽ ഓറിയന്റഡ് ആയിരിക്കണം, പഠിപ്പിക്കുന്നതിൽ 10 പേരെങ്കിലും ഇൻഡസ്ട്രി എന്നുള്ളവരായിരിക്കണം, ഇനി അവരുടെ കരിയർ ഡിസൈൻ പ്രോപ്പർ ആയിരിക്കണം. ഞങ്ങൾ ഈ ഒരു സിസ്റ്റം എല്ലാം കൊണ്ടുവന്നത് കണ്ടിട്ട് ഇപ്പം നൂറൽ ഇസ്ലാമിക് ഡീംഡ് യൂണിവേഴ്സിറ്റിയിൽ അവര് ഇമ്മീഡിയറ്റ്ലി ഞങ്ങളെ കോൺടാക്ട് ചെയ്തു. They said within 5 years we want to make our university as the number 1 deemed university in India in the same system. We already signed the MOU. ഈ ഓഗസ്റ്റിൽ നമ്മൾ പ്രോജക്ട് സ്റ്റാർട്ട് ചെയ്യണം. അവർ ഓൾറെഡി തിയേറ്റേഴ്സ് ക്ലാസ് റൂംസ് ഒക്കെ കൺസ്ട്രക്ട് ചെയ്തു. ഇത് എല്ലാ സ്കൂളിലും കോളേജിലും ഇതുപോലെ ഒരു ക്ലാസ് റൂം സ്റ്റാർട്ട് വിത്ത് 1 classroom. I am 100% sure that later only that classroom will be working in that school. And in future അതിന്റെ ആവശ്യമില്ല. ഇപ്പം ഓക്കുലസ് വരിക, അതായത് വെർച്വൽ റിയാലിറ്റി ഗ്ലാസസ് വരികയാണ്. ഇതൂടെ വന്നു കഴിഞ്ഞാൽ എവറി സ്റ്റുഡന്റ് വിൽ ഹാവ് 1 Oculus. Once you have the Oculus and the content, you are നിങ്ങൾ വീട്ടിൽ ഇരിക്കുമ്പോഴും you are virtually in the classroom. You are immersed into the classroom. ഒരുപാട് സാധ്യതകളുണ്ട്. പക്ഷെ അൺഫോർച്യുനേറ്റ്ലി നമ്മുടെ അക്കാഡമിക് സെക്ടറിൽ ടീച്ചേഴ്സ് ആർ നോട്ട് അപ്ഗ്രേഡിങ്. അവരുടെ വിചാരം B.Ed എടുത്തു കഴിഞ്ഞാലും മറ്റേത് M.Phil എടുത്തു കഴിഞ്ഞാലും ഡോക്ടറേറ്റ് എടുത്തു കഴിഞ്ഞാലും ഒരു പുസ്തകമുണ്ട് സിലബസ് അനുസരിച്ച് ആ പുസ്തകം കൊണ്ടുവന്നിട്ട് എൻ്റെ പിള്ളേർക്ക് സ്പൂൺ ഫീഡ് ചെയ്യുക, ഒരു എൻട്രൻസ് എക്സാം നടക്കുക. എന്തൊക്കെ ഇവിടെ നടക്കുന്നത്? ഈ കാണാതെ പിടിച്ച് കൊണ്ടുവന്നിട്ട് കുറെ മെമ്മറി ടെസ്റ്റും കഴിഞ്ഞിട്ട് കുറെ സർട്ടിഫിക്കറ്റ് വരും. വി ഡോണ്ട് ടേക്ക് സച്ച് കൈൻഡ് ഓഫ് പീപ്പിൾ. ഞങ്ങൾക്ക് നിങ്ങളുടെ 5 മിനിറ്റ് സംസാരിക്കുക എന്താ പറയുക, ഗുഡ് ഫോർ അവർ ഇൻഡസ്ട്രി ഒന്നും. ഇവർ ഈ ഇൻഡസ്ട്രിയെ കുറിച്ച് ഒരു ധാരണ ഇല്ലാതാണ് നോക്കുന്നത്. അത് ഇൻഡസ്ട്രിയൊക്കെ മാറുകയാണ്, പഴയ ഇൻഡസ്ട്രി അല്ല. പണ്ട് നിങ്ങളുടെ HR വന്നിട്ട് ക്വാളിഫിക്കേഷൻ ഒക്കെ വെച്ചിട്ട് എടുക്കുമായിരുന്നു, മറ്റു ഓപ്ഷനൊന്നും ഇല്ലാത്തതുകൊണ്ട്. ബട്ട് വി ലോഞ്ച് ദ ഇൻഡസ്ട്രിയൽ യൂണിവേഴ്സിറ്റി നൗ. ഇത് കണ്ടിട്ട് ആ ഇൻഡസ്ട്രിയൽ യൂണിവേഴ്സിറ്റിയുടെ കരിയർ ഡിസൈൻ ഒക്കെ വേറെ രീതിയിലാണ്. ഈ പ്രോസസ്സ് നിങ്ങൾ ജോലി കിട്ടിയാലും തരുന്നില്ല. ഇൻഡസ്ട്രിയിൽ റെഗുലർ ട്രെയിനിങ് വേണ്ടത്. ഓരോ ദിവസവും നിങ്ങൾ ഗ്രോ ചെയ്തുകൊണ്ടേയിരിക്കണം. നിങ്ങൾ ട്രെയിനിങ്, ഞങ്ങളുടെയൊക്കെ കമ്പനിയിൽ നിർബന്ധമായിട്ട് 50 മണിക്കൂർ ഒരു വർഷം ട്രെയിനിങ് ഉണ്ടാവും, എന്നാലും നിങ്ങൾ ഗ്രോ ചെയ്തു. അപ്പം ഇത് ഈ ഇൻഡസ്ട്രിയൽ യൂണിവേഴ്സിറ്റി എന്നുള്ള കൺസെപ്റ്റ് വരികയും ഈ വാട്സപ്പും ഫേസ്ബുക്കും ഒക്കെ യൂണിവേഴ്സിറ്റി ആയിട്ട് മാറുന്ന സമയം അതിന് ദൂരമായിട്ട് AI is conquering everything. ഒരു 2-3 വർഷത്തിന് മുമ്പ് നമ്മൾ ChatGPT കുറിച്ചൊക്കെ പറഞ്ഞ് ആർക്കും വല്ലതും മനസ്സിലാവില്ല. പക്ഷെ ഇന്ന് ഏത് ഇൻഫർമേഷൻ, എനിക്ക് എന്ത് ഇൻഫർമേഷൻ ഉണ്ടെങ്കിലും ഞാൻ ഇമ്മീഡിയറ്റ്ലി ഞാൻ വേറെ പണ്ട് ഗൂഗിളായിരുന്നു, ഇപ്പൊ ChatGPT, നാളെ വേറെ മറ്റൊരു സിസ്റ്റം ആയിരിക്കും വരുന്നത്. അപ്പം നമ്മൾ ഓരോ ദിവസവും അപ്ഗ്രേഡ് ചെയ്ത് പോകുന്ന മൈൻഡ് സെറ്റ് ആദ്യം വേണ്ടത് ടീച്ചേഴ്സാണ്. അത് അവരാണ് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നത്. ഓരോ കുട്ടിക്കും ഒരു മെന്റർ ഉണ്ടാവണം എന്നുള്ള ബോധം പോലും ആർക്കില്ല. കുട്ടിക്കും ഇല്ല, ടീച്ചറില്ല. കുട്ടികൾ ബ്ലെയിം ചെയ്തിട്ട് കാര്യമില്ല, അവര് മൈനേഴ്സാണ്. പേരൻസ് വിചാരിക്കുന്നത്
ഫേമസ് സ്കൂളിൽ കൊണ്ടാക്കി കഴിഞ്ഞാൽ അത് എന്ത് ഫേമസ് സ്കൂളിൽ കൊണ്ടുവന്ന ആവശ്യമില്ലാത്ത സൈൻ തീറ്റ കോസ് പിന്നെയും എടുത്ത് കൊടുക്കുന്ന പരിപാടിയല്ലേ. ഇത് നിർത്തണം. ഇത് മാറിയിട്ട് നമ്മുടെ കുട്ടികളെ ഇനിയുള്ള താങ്കളുടെ കുട്ടികൾ ഇതിൽ വ്യക്തിമാവാതിരിക്കുന്നു. നമ്മളോ പെട്ടുപോയി ഇതിനകത്തൊക്കെ. കുഴപ്പമില്ല, ഇപ്പം വന്ന് പെട്ടെന്ന് കരുതി നമുക്ക് നിർത്തി പോകാൻ പറ്റില്ല. നമ്മൾ അതിൽ കിടന്ന് പെർഫോം ചെയ്ത് എഫിഷ്യൻസി കൂട്ടി ഒരു വഴിയായി കാരണം ഇതിനനുസരിച്ചിട്ട് മാറാം. ഇതാണ് ഇപ്പോഴത്തെ പ്രവർത്തനം. ഇതാണ് മെയിനായിട്ട് ഇപ്പോൾ ഫോക്കസ് ചെയ്യുന്നത്. ഇപ്പൊ എന്റെ അടുത്ത നമ്മള് കറക്റ്റ് 60 ഇയേഴ്സിനകത്ത് നമ്മളെ ട്രീ ഉണ്ടായി കറക്റ്റ് എല്ലാവരും ആയി കഴിഞ്ഞാൽ ഫുൾ ടൈം ഇരിക്കണ്ട. ഞാൻ എന്റെ 8 hours ഞാൻ വർക്ക് ചെയ്തിട്ടുള്ളൂ. 8 hours 4 hours ഫോർ ദ ഗ്രൂപ്പ്, 4 hours ഐ ആം സ്പെൻഡിങ് ഫോർ ദിസ് കൈൻഡ് ഓഫ് എഡ്യൂക്കേഷൻ പ്രൊവിഷൻ. അതെന്റെ ഒരു ഗോളാണ്. ഞാൻ ടീച്ചേഴ്സ് ഫാമിലി, എന്റെ പേരൻസ് ടീച്ചേഴ്സ് ആയിരുന്നു, എന്റെ ബ്രദർ സിസ്റ്റർ ഒക്കെ ടീച്ചേഴ്സ് ആയിരുന്നു. എനിക്ക് ടീച്ചിങ് ടാലന്റ് ഉണ്ട്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി എനിക്ക് ഒരു അക്കാഡമിക്സിൽ പോയി പഠിപ്പിക്കാൻ ഒരു സമയത്തില്ല. അവരുടെ ക്വാളിഫിക്കേഷൻ എനിക്കില്ല. എന്ത് ചെയ്യാനാണ്? അപ്പൊ ഇപ്പൊ എനിക്ക് പഠിപ്പിക്കാതിരിക്കാൻ പറ്റത്തില്ല. അപ്പൊ ഞാൻ ഇൻഡസ്ട്രിയിൽ വിളിച്ചിട്ട് തുടങ്ങി. എനിക്കിഷ്ടമുള്ള അവിടെ പഠിപ്പിക്കുക. ആൾക്ക് എന്നെ തടയാൻ പറ്റില്ല. എനിക്ക് പണിയറിയാം, എനിക്ക് ഇൻഡസ്ട്രിയിൽ എന്താണെന്നറിയാം, എനിക്ക് കുട്ടികളെ വാർത്തെടുക്കാൻ അറിയാം. ഞാനത് ചെയ്യും. നാളെ കുട്ടികൾ എന്റെ പുറകെ വരും. അക്കാഡമിക്സിന് പുറകെ വേണ്ടെന്നുള്ളത് മനസ്സിലാക്കാനുള്ള ബോധം കുട്ടികൾക്കായി തുടങ്ങി. മനസ്സിലായില്ലേ? അപ്പൊ ഈ സിസ്റ്റം ഒക്കെ മാറും. മനസ്സിലായി? സിനിമ അങ്ങനെ ആലോചനയുണ്ടോ? സിനിമ എല്ലാ വർഷവും ഞങ്ങളൊരു ചാരിറ്റി മൂവി എന്നുള്ള നമ്മൾ ചാരിറ്റിക്ക് കൊടുക്കുന്ന പണം നേരത്തെ ചാരിറ്റിക്ക് കൊടുക്കാതെ ഒരു ചാരിറ്റി മൂവി എടുക്കുക. അതിലൂടെ കുറെ പേര് ലോഞ്ച്. ഇപ്പം ഐക്യരക്കോണത്തിന് വരെ ഞങ്ങളൊരു സിനിമ എടുത്തു, ഐക്യരക്കോണത്തെ വിഷയം. അതുകൊണ്ടാണ് ഇപ്പം ട്രഡീഷണൽ വൈദ്യന്മാരെല്ലാം ഐക്യരക്കോണത്ത് വരാനുള്ള കാര്യം അതാണ്. കാര്യം ആ സിനിമ അതിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. അതിലൂടെ 175 യങ് ടാലൻസിനെയാണ് ഞങ്ങൾ ലോഞ്ച് ചെയ്തത്. എല്ലാ സെക്ടറിലും ഉള്ള ക്യാമറയ്ക്ക് മുന്നിലും പിന്നിലും ഉള്ള എല്ലാവരെയും നമ്മൾ അതുവഴി ലോഞ്ച് ചെയ്തു. ഇവരെല്ലാവരും നാളെ ആ ഫീൽഡിൽ പ്രൊഫഷണൽ ആവുന്നല്ല. ഇവരൊക്കെ ഇങ്ങനെ സഫക്കേറ്റഡ് ഒരു ആഗ്രഹം. അതിനകത്ത് മിക്കവാറും എല്ലാവരും ഒരു ഇന്ന് കഴിയുമ്പോൾ തന്നെ ആശ്വാസമായി. പിന്നെ മര്യാദയ്ക്ക് ജോലി എടുക്കുന്നത് മനസ്സിലായില്ലേ? പക്ഷെ കുറെ പേര് അത് റിയൽ ഫുൾ ടൈം സിനിമയിലേക്ക് വരുമോ. അപ്പം ഇങ്ങനെയുള്ള എല്ലാ വർഷവും നമുക്ക് കുറച്ച് യങ്സ്റ്റേഴ്സിനെ പ്രൊമോട്ട് ചെയ്തിട്ട് വളരെ നമുക്ക് ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ ആയിരുന്നു. ഇപ്പൊ ഇത്തവണ ഞാൻ കഴിഞ്ഞ ഒരു നല്ല സ്റ്റോറി എന്ന് വെച്ചാൽ ഞാനൊരു ആയുർവേദ ട്രീറ്റ്മെന്റ് എല്ലാ വർഷവും ഈ നമ്മുടെ ഈ എഫിസിന്റെ ഭാഗമായിട്ട് ഇപ്പൊ എന്റെ BMI ഹൈ ആണ്. അപ്പം എനിക്ക് അതിനേക്ക് സ്പെൻഡ് എവറി ഡേ 1 മണിക്കൂർ ഞാൻ നടക്കാൻ പിടിക്കാനും പോകണം. എല്ലാ വർഷവും ഞാൻ റെജുവിനേഷന് പോകണം. അത് ആയുർവേദ റെജുവിനേഷൻ പോകണം. അപ്പൊ ഞാനൊരു 2004 തൊട്ട് ഞാൻ ആയുർവേദ ഫോളോ ചെയ്തു. അപ്പം ഞാൻ റെജുവിനേഷന് പോയി ഇരിക്കുമ്പോൾ ഒരു ദിവസം എനിക്ക് കോൾ വന്നില്ല. ഒരു ഷോർട്ട് ഫിലിം ഞാൻ ചെയ്തു. ഞാനൊന്ന് നേരിട്ട് അത് കാണിച്ചോട്ടെ. അപ്പോൾ ഞാൻ അവിടെ റിലാക്സ്. അപ്പോൾ ഓൺലൈനാണ് അവർ ആദ്യം തന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞില്ല ഞാൻ ഇവിടെ ഉണ്ട് ഒന്ന് കാണുന്നത്. അങ്ങനെ ഒരു അരുൺ എന്ന് പറഞ്ഞു, പുള്ളി ഖത്തറിൽ വർക്ക് ചെയ്യുന്നത്. ഞാനിത് കണ്ടു കഴിഞ്ഞപ്പം ഞങ്ങൾക്കിപ്പം ഞങ്ങൾ ഇതിൻ്റെ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നില്ല. ഞാനിങ്ങനെ ഖത്തറിൽ ഒരു ടെക്നീഷ്യനായിട്ടൊക്കെ വർക്ക് ചെയ്യും. ഞാൻ പറഞ്ഞു ഈ ടാലന്റ് എന്ന് പറഞ്ഞ സാധനം നമുക്ക് 2 മിനിറ്റ് 3 മിനിറ്റ് കൊണ്ട് ഒരു വീഡിയോ കണ്ടാൽ ഈസി ആയിട്ട് മനസ്സിലാവും. ഞാൻ പറഞ്ഞു ഈ ഷോർട്ട് ഫിലിം കണ്ടു പറഞ്ഞു ഇത്രയും നല്ലൊരു കൺസെപ്റ്റ് നിങ്ങൾ എന്തിനാണ് ഈ ഷോർട്ട് ഫിലിമിൽ എടുക്കുന്നത്? ഇതിനകത്തൊരു സിനിമയെ ആക്കാനുള്ള സാധനമാണ്. നിങ്ങൾക്കത് ചെയ്യാനുള്ള ടാലന്റ് ഉണ്ട്. അത് നിങ്ങളത് ഓൾറെഡി നിങ്ങളുടെ ഷോർട്സിലൂടെ ഇത് വേണം. ഇതിനകത്ത് കുറച്ച് നോൺ ഫേസസ് 2-3 പേരും കൂടി ഇട്ട് ബാക്കി എല്ലാവരും എക്സിസ്റ്റിംഗ് സാധനം വെച്ച് കഴിഞ്ഞാൽ ഇത് ഇൻഡസ്ട്രി അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു സിനിമയാകും. ഗോ ഫോർ ഇട്ട് നോക്കും. അതിൻ്റെ ഒരു പ്രോജക്റ്റ് വരാൻ പോകും. അവരും അതിനനുസരിച്ച് സ്ക്രിപ്റ്റ് മാറ്റി കൊണ്ടുവന്നു അങ്ങനെ പോയിട്ട്. അപ്പം ആ പ്രശ്നം പുള്ളിക്ക് ലീവൊന്നുമില്ല. ആകെ കിട്ടുന്നത് 30 ദിവസം ലീവാണ്. ഞാൻ പറഞ്ഞു അതിനനുസരിച്ച് പ്ലാൻ ചെയ്യും. പുള്ളി അതിനനുസരിച്ച് പ്ലാൻ ചെയ്ത് അവിടെ ഇരുന്ന് ഓപ്പറേറ്റ് ചെയ്ത് ആ മൂവിയാണ് ഇപ്പം വരുന്നത്. അത് ചെയ്തതാണ്. ഇപ്പം പാട്ടുകളൊക്കെ ഹിറ്റായി. കർണികയുടെ സോങ്സ് കർണിക ഇപ്പം ലോഞ്ച് ചെയ്തിട്ടുള്ളൂ. കഴിഞ്ഞ ദിവസം ഞാൻ കൊച്ചിയിൽ വെച്ചിട്ടാണ് അതിൻ്റെ ലോഞ്ചിങ്. ഐ ആം 100% ഷുവർ ദാറ്റ് സി അവർ പറഞ്ഞ ചുരുങ്ങിയ ബഡ്ജറ്റിൽ ഒരു വലിയ അതായത് ചെറിയൊരു ബഡ്ജറ്റിൽ ഒരു വലിയ മൂവി വരുന്നൊരു ഫീലില്ലേ. ഓരോ ഷോർട്സ് നന്നായിട്ട് നല്ലൊരു കൺസെപ്റ്റ് മാത്രമല്ല ഒരു സീക്വല് ചെയ്യാവുന്ന രീതിയിലാണ് ചെയ്തത്. സാറിന് ഈ ഇതിൽ നിന്ന് വരുന്ന കളക്ഷൻ മുഴുവൻ ചാരിറ്റിക്ക് പോകുന്നു. ഇതിന്റെ സീക്വൽ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു ഇതിൽ നിന്ന് എന്ത് പണം കിട്ടുന്നോ ലാഭം വന്നു കഴിഞ്ഞാൽ യു മേക്ക് സീക്വൽ ഇൻ ബെറ്റർ വേ. കുറച്ചുകൂടെ ഫണ്ട് ചെയ്യുക എന്നിട്ട് അത് ചാരിറ്റിക്ക് കൊടുക്കുക. മനസ്സിലായില്ല? കാര്യം അതിനുള്ള ചാൻസ് ഉണ്ട്. അപ്പം അതിലൂടെ അവർക്ക് കുറച്ചുകൂടെ അടുത്ത ലെവലിലേക്ക് കയറാൻ പറ്റും. അപ്പം എനിക്കല്ലാതെ ഇപ്പൊ പലപ്പോഴും ആൾക്കാർ ചോദിക്കാറുണ്ട് തലയ്ക്ക് പറ്റുണ്ടോ. കാര്യം ഡാം 999 പോലുള്ള ഇത്രയും വലിയൊരു മെഗാ മൂവി എടുത്തിട്ട് ഇൻഡസ്ട്രിയുടെ നിങ്ങളെ വലിയ പടങ്ങളിൽ മാത്രം എനിക്ക് അതിനകത്ത് താല്പര്യം. എനിക്ക് സിനിമ ഇവിടെ ചെയ്യാൻ ഇഷ്ടം പോലെ ഫിലിം മേക്കേഴ്സ് ഉണ്ട്, ടാലന്റഡ്. അവര് സിനിമ കേട്ടെ. എനിക്ക് ഹാപ്പിനെസ് കിട്ടുന്നത് ഇതുപോലുള്ള യങ്സ്റ്റേഴ്സിനെ കൈപിടിച്ച് കയറ്റാൻ. അവരെ ആരെ കൈപിടിച്ച് കയറ്റുന്നത്?
മനസ്സിലല്ലേ? എല്ലാവരും ആരുടെയെങ്കിലും ഒരു ഗോഡ് ഫാദറെ അന്വേഷിക്കുന്നു, നടന്ന് കാല് കഴിഞ്ഞ് അതിനകത്ത് നിന്ന് ആരെങ്കിലും പോകും. ഞാൻ തന്നെ പ്രൊഫഷണലി ഞങ്ങളെ ടാലന്റ് ഹണ്ട്സ് നടത്തി അതിനകത്ത് നിന്ന് കഴിവുള്ളവരെ കണ്ടെത്തി അവരെ കൊണ്ട് ചെയ്യുന്നൊരു പ്രോസസ് സാറിന് ചെയ്യാറുണ്ട്. ആ ഒരു ഇതിലാണ് എനിക്ക് കിട്ടുന്നത്. അതോടൊപ്പം തന്നെ സിനിമയുടെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ്. നമ്മൾ ഇപ്പോൾ എല്ലാവരും ആർട്ടിസ്റ്റായിട്ട് മാത്രം നിന്ന് കഴിഞ്ഞാൽ വിഷം ഉണ്ടാക്കുന്നവരാ, ക്യാൻവാസ് ഉണ്ടാക്കുന്നവരാണ്. അതിന്റെ സെല്ലിങ്ങിന് മാർക്കറ്റിങ്ങിനൊക്കെ ഒരു സാധനമില്ലേ? എം എ ഹുസൈന്റെ ഒരു പെയിന്റിങ് 5 കോടിക്ക് പോകണമെങ്കിൽ അതിനൊരു ഓപ്ഷൻ സിസ്റ്റം ഉണ്ട്. അതിന് ആ ഒരു ഇൻഡസ്ട്രി ഡെവലപ്പ് ചെയ്തുകൊണ്ടാണ് ആ ഒരു വാല്യൂ അതിന് വരുന്നത്. അല്ലെങ്കിൽ അതൊരു സാധാരണ പേപ്പറിനകത്ത് 50 രൂപയ്ക്ക് കിട്ടുന്ന ഒരു പെയിന്റിങ് മാത്രമാണ്. മനസ്സിലായില്ലേ? അപ്പൊ ഇന്ത്യൻ സിനിമയും മൊത്തം ലോകത്തിൽ വരുത്തണമെങ്കിൽ നമ്മളതിന്റെ ഡിസ്ട്രിബ്യൂഷൻ പാറ്റേൺ മാറ്റണം, മേക്കിംഗ് സ്റ്റൈൽ മാറ്റണം. അപ്പൊ ഇന്ത്യവുഡ് ഞങ്ങൾ തുടങ്ങിയത് സൗത്ത് ഇന്ത്യയിൽ ബേസ്ഡ് ആയിട്ടാണ്. ബോളിവുഡിൽ പോയിട്ടല്ല തുടങ്ങി. ഹൈദരാബാദ് അതുകൊണ്ടാണ് ബേസ് ആയി. ഞങ്ങൾ ഇന്ത്യവുഡ് തുടങ്ങി അതിൽ 100 ടാർഗറ്റ്സ് ആണ്. ഈ ഏരിയസ് ഫ്ലെക്സ് വന്നത് അതിന്റെ ബേസിലാണ്. തിയേറ്റേഴ്സ് മാറണം, വിസ്മയം നമ്മൾ ഏറ്റെടുത്തു. സ്റ്റുഡിയോസ് മാറണം, അറ്റ്മോസ് കൊണ്ടുവന്നു. ക്വാളിറ്റി ഓഫ് മേക്കിംഗ് കൊണ്ടുവന്നു. യങ് ടാലൻസിനെ കണ്ടുപിടിക്കണം, അതിന് ടാലന്റ് ഹണ്ട് കൊണ്ടുവന്നു. അനിമേഷൻസ്, ഗ്രാഫിക്സ് എല്ലാം കൊണ്ടു. അതിനുവേണ്ടി എപ്പിക്ക അനിമേഷൻസ് ക്രിയേറ്റ് ചെയ്തു. അങ്ങനെ 100ഓളം ഇതിന്റെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് എല്ലാം നടത്തി. ഫിലിം ഫെസ്റ്റിവൽ, ഫിലിം മാർക്കറ്റ്സ് ഇതെല്ലാം പോയി. അമേരിക്കൻ ഫിലിം മാർക്കറ്റ്, എല്ലാ വേൾഡ് ഫിലിം മാർക്കറ്റ്സിലെല്ലാം ഇതിന്റെ സ്റ്റോൾസ് കൊണ്ടുവന്ന് ഡിസ്ട്രിബ്യൂട്ടേഴ്സുമായിട്ട് എല്ലാം കണക്ഷൻ ഉണ്ടാക്കി. ഡബിങ്, ഇന്റഗ്രേറ്റഡ് ഡബിങ് സിസ്റ്റം. ഒരു കണ്ടന്റ് ഉണ്ടായി കഴിഞ്ഞാൽ ഒരു 100 ലാംഗ്വേജ് വരെ നമുക്ക് ഡബ് ചെയ്യാവുന്ന ഒരു സംവിധാനം. അത് 30 ലാംഗ്വേജ് വരെ നമ്മൾ എത്തിച്ചു. ഇനിയിപ്പോൾ വളരെ ഈസി. ഇപ്പോൾ AI വന്നുകൊണ്ട് വി ക്യാൻ ഗോ ഫോർ 200 ലാംഗ്വേജിൽ വേണമെങ്കിലും ചെയ്യാനുള്ള പറ്റും. ഇത് ഡബിങ് മാത്രം ചെയ്തിട്ടില്ല, ഇതിന് ആ ലാംഗ്വേജ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനുള്ള സിസ്റ്റമാണ്. അങ്ങനെ ഇത് തുടങ്ങി 2014 നമ്മളിത് തുടങ്ങുമ്പം ഇന്ത്യയിലെ ഓരോ ദിവസവും ഓരോ സ്ക്രീൻ ക്ലോസ് ചെയ്യായിരുന്നു. ഏരിയസ് പ്ലസ് വന്ന് ബാഹുബലി ഇതിനു വേണ്ടി ഒരു 4K കൊണ്ടുവന്നു കഴിഞ്ഞപ്പോഴാണ് ജനം ഇതിലേക്ക് ഒഴുകിയെത്തുകയും തിയേറ്റർ കൾച്ചർ തന്നെ മാറി. ഇപ്പം ട്രിവാൻഡ്രത്ത് ആ സമയത്ത് ഇതുകൂടെ 11 സ്ക്രീനാണ് ഉണ്ടായിരുന്നത്. 105 സ്ക്രീനായി. ജനം തിയേറ്ററിലേക്ക് മടങ്ങി വന്നപ്പോഴത്തേക്ക് നല്ല നല്ല മൂവികൾ വരുന്നത്. ഞങ്ങൾ തുടങ്ങുമ്പോൾ ബോളിവുഡ് 70%, അതർ ദാൻ ബോളിവുഡ് 30% വരുന്ന മാർക്കറ്റ് ഷെയർ. ഇന്ന് ബോളിവുഡ് 30%, അതർ ഇത് 70%. ഇതാണ് മാറ്റം. ഇന്ന് മലയാള സിനിമയ്ക്ക് നമുക്ക് കൊറിയയിൽ വരെ കൊണ്ടുപോയി വിൽക്കാവുന്ന സ്റ്റേജിലേക്ക് കൊണ്ടുവന്നു. അപ്പം ഇന്ത്യയിലുള്ള എല്ലാ ഓസ്കാർ മൂവീസും മെയിൻ സ്ട്രീമിൽ പോകുന്നത് ഞങ്ങളുടെ ഓഫീസിൽ പോകുന്നത്. ഗവൺമെന്റ് വിടുന്നത് ഫോറിൻ ലാംഗ്വേജ് ഇതിലാണ്. ഇന്നൊന്നും ഗവൺമെന്റിന് പോലും ബോധ്യമായിട്ടില്ല ഇന്ത്യൻ സിനിമകളിൽ മെയിൻ സ്ട്രീമിൽ പോയാലേ അതിലെ ഇൻഡിവിജ്വൽസിന് എന്തെങ്കിലും ബെനിഫിറ്റ് ഉള്ളൂ എന്നുള്ളത് അറിയില്ല. നമ്മളിപ്പോഴും ജാമ്പമാരുടെ കാലത്താണ് ജീവിക്കുന്നത്. അതൊക്കെ മാറി. അപ്പം അതിന് മാറ്റാൻ ഇവിടുത്തെ സിസ്റ്റം ശ്രമിച്ചില്ലെങ്കിൽ നമ്മൾ ഒരു പാരലൽ സിസ്റ്റം ഉണ്ടാക്കുക. അപ്പൊ ഞങ്ങൾ അവിടെ സിനിമ ഇൻഡസ്ട്രിയിൽ ഒരു പാരലൽ സിസ്റ്റം ഉണ്ടാക്കിയത് പോലെ തന്നെയാണ് എഡ്യൂക്കേഷൻ ഇൻഡസ്ട്രിയിൽ ഒരു പാരലൽ സിസ്റ്റം. ആരെയും ട്രബിൾ ചെയ്യാൻ പോകുന്നില്ല. എക്സിസ്റ്റൻസ് സാധനം അതുപോലെ പോട്ടെ. നമ്മൾ ആരെയും ഒരു ബുദ്ധിമുട്ടിക്കുന്നുണ്ടാകുന്നില്ല. നമുക്ക് അവിടുത്തെ അക്കാഡമിക് സിസ്റ്റം ഒന്ന് മാറ്റാൻ പറ്റും. പക്ഷെ പാരലായിട്ട് ചെയ്യുമ്പോൾ നാളെ പിള്ളേർ പറയും മാഷ് ക്ലാസ് എടുത്ത് ഞങ്ങൾ പഠിച്ചോളാം എന്നുള്ളൊരു രീതിയിലേക്ക് വരും. മനസ്സിലായില്ല? അപ്പം ആ ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകുമ്പോൾ എല്ലാം മാറും. ഞാൻ വളരെ ഒപ്റ്റിമിസ്റ്റിക് പേഴ്സൺ. അതുകൊണ്ട് ഇതെല്ലാം നടക്കും എന്നുള്ളതാണ് എൻ്റെ പ്രതീക്ഷ. പിന്നെ ഒരു സാമ്പിൾ അനാലിസിസ് ചെയ്യാതെ ഞാനൊരു സാധനം ക്ലെയിം ചെയ്യാറില്ല. ഞാൻ ഈ പറഞ്ഞതെല്ലാം സക്സസ്ഫുൾ ആയിട്ട് സാമ്പിൾ അനാലിസിസ് ചെയ്തിട്ടാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. അല്ലാതെ ഞാൻ നാളെ പുലിയാവുന്നതിന്റെ പറഞ്ഞ ഞാൻ ഒരു പുലിയെ കൊണ്ടുവന്ന് പിടിച്ച് മുന്നിൽ കാണിച്ചിട്ടാണ് പറഞ്ഞത് പുലിയാണെന്ന് പറഞ്ഞത്. അപ്പൊ നാളെ ഇതിലും വലിയ പുലിയെ എനിക്ക് പിടിക്കും. ഈ പുലിയെ എനിക്ക് പിടിക്കാൻ പറ്റുമെങ്കിൽ ഇതിലും വലിയ പുലിയെ പിടിക്കാമെന്ന് പറയുന്നത്. സാറിന് സംസാരിക്കുന്നത് തന്നെ ഒരു പോസിറ്റിവിറ്റിയാണ് സ്പ്രെഡായി കിട്ടുന്നത് സാർ. ആൻഡ് താങ്ക് യു സോ മച്ച് നമ്മളോട് സംസാരിച്ചതിന്. ആൻഡ് ഓൾ ദി വെരി ബെസ്റ്റ് സാർ. താങ്ക് യു.